നമസ്കാരം. ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന കഥ നാവിൽ വികട സരസ്വതിയും വളരെ രസികത്വവുമുള്ള ഒരു ഭട്ടതിരിയുടെ കഥയാണ്. കഥയുടെ പേര് നടുവിലെ പാട്ടു ഭട്ടതിരി. വികടത്വം കൊണ്ട് വിശ്വവിശ്രുതനും അപകടത്വം കൊണ്ട് അദ്വിതീയനുമായിരുന്ന നടുവിലെ പാട്ടു ഭട്ടതിരിയുടെ ഇല്ലം ബ്രിട്ടീഷ് മലബാറിൽ ഉൾപ്പെട്ട പൊന്നാനി താലൂക്കിൽ വന്നേരി എന്ന ദേശത്താണെന്നാണ് കേട്ടിട്ടുള്ളത്. ഇദ്ദേഹം ചെറുപ്പം മുതൽ വേദാധ്യായനം ചെയ്ത് താമസിച്ചിരുന്നത് തൃശ്ശിവപ്പേരൂർ ബ്രഹ്മസ്വം മഠത്തിലായിരുന്നു. അതിനുശേഷവും പല കാരണവശാൽ ഇദ്ദേഹം ബ്രഹ്മസ്വം മഠത്തിൽ വന്ന് പലപ്പോഴും താമസിക്കാറുണ്ടായിരുന്നു. അതുകൂടാതെ കൊച്ചി രാജ്യത്തു തന്നെ തലപ്പള്ളി താലൂക്കിൽ വടക്കാഞ്ചേരിക്ക് സ്വൽപ്പം പടിഞ്ഞാറുള്ള ചിറ്റണ്ട ദേവസ്വത്തിലെ ഊരാളന്മാരിലൊരാളാണെന്ന നിലയിൽ പലതവണയായി അവിടെയും വളരെ കാലം താമസിച്ചിരുന്നുവത്രേ. ഇദ്ദേഹത്തിൻ്റെ വികടത്വങ്ങൾ വിവരിക്കുകയാണെങ്കിൽ അത് വളരെ അധികമുണ്ട്. പക്ഷേ അവയിൽ അധികവും അസഭ്യങ്ങളായതുകൊണ്ട് അവയെ ഉപേക്ഷിച്ച് ഒരുവിധം സഭ്യങ്ങളായിട്ടുള്ളവ മാത്രം എൻ്റെ കഥാപ്രേമികളോട് ഞാൻ പറയാം. നമ്മുടെ കഥാനായകൻ്റെ അച്ഛനും നല്ല വികടൻ തന്നെയായിരുന്നു. ആ പാരമ്പര്യപ്രകാരമാണ് ഇദ്ദേഹം ഇങ്ങനെയായി തീർന്നത്. ഇദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ്റെ അനുഗ്രഹവും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഭട്ടതിരി ഉപനയനം കഴിഞ്ഞ് ബ്രഹ്മചാരിയായിരുന്ന കാലത്ത് ചാർച്ചയുള്ള ഒരു ഇല്ലത്ത് എന്തോ കേമായിട്ട് ഒരു അടിയന്തരമുണ്ടായി. അങ്ങോട്ടേക്ക് പോകാനായി ഇവര് അച്ഛനും മകനും കൂടി യാത്രയായപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് തന്നെ വേറെയും ചില നമ്പൂരിമാർ അവിടെ ചെന്നുകൂടി. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് യാത്രയായി. ഒരു 1-2 നാഴിക ദൂരം ചെന്നപ്പോൾ വഴിക്ക് ഒരു പുഴയുണ്ടായിരുന്നു. വേനൽക്കാലമായിരുന്നതുകൊണ്ട് പുഴയിൽ വെള്ളം അധികമുണ്ടായിരുന്നില്ല. ഇറങ്ങി കടക്കാമായിരുന്നു. എങ്കിലും നടുക്ക് ചെല്ലുമ്പോൾ നനച്ചേക്കുമോ എന്ന് ചിലർക്ക് സംശയം. അതുകൊണ്ട് ആരും വെള്ളത്തിലിറങ്ങാതെ എല്ലാവരും സംശയിച്ച് കരയ്ക്ക് നിന്നു. അത് കണ്ടപ്പോൾ നമ്മുടെ കഥാനായകൻ പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും സംശയമാണെങ്കിൽ ആദ്യം ഞാനിറങ്ങി നോക്കാം, അപ്പോൾ സംശയം തീരൂലോ എന്ന് പറഞ്ഞ് അദ്ദേഹം വെള്ളത്തിലിറങ്ങി നടന്നു തുടങ്ങി. കുറച്ച് നടന്നതിൻ്റെ ശേഷം ക്രമേണ താണ് നടന്നു ചെന്നപ്പോൾ അവിടെ ഇരുന്നു. അപ്പോൾ വെള്ളം അദ്ദേഹത്തിൻ്റെ കഴുത്തോളമായി. പിന്നെ കുറച്ചിട നിരങ്ങിപ്പോയി. അപ്പോഴൊക്കെ കരയ്ക്ക് നിന്നവർക്ക് അദ്ദേഹം നടന്നു പോകുന്നു എന്ന് തന്നെയാണ് തോന്നിയത്. അങ്ങനെ തോന്നക്ക വിധത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പോക്ക്. പിന്നെ ക്രമേണ പൊങ്ങി എണീറ്റ് നടന്ന് അക്കരെ ചെന്ന് കയറി. അത് കണ്ടപ്പോൾ ഇക്കരെ കൂടിയിരുന്നവരൊക്കെ ചേർന്ന് പറഞ്ഞു, അല്ല, ഈ ഉണ്ണിക്ക് കഴുത്തോളം വെള്ളമുള്ള സ്ഥിതിക്ക് നമ്മൾ നനയുമെന്നുള്ള കാര്യം തീർച്ച തന്നെ എന്ന് പറഞ്ഞ് നമ്പൂരിമാരെല്ലാവരും കൂടി ഉടുത്തിരുന്ന മുണ്ടഴിച്ച് തലയിൽ കെട്ടിക്കൊണ്ട് പുഴയിലിറങ്ങി നടന്നു തുടങ്ങി. അക്കരെ ചെന്ന് കയറുന്നതുവരെ അവർക്ക് ഒരിടത്തും മുട്ടോളം തന്നെ വെള്ളമുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ ബ്രഹ്മചാരി സൂത്രം കാണിച്ച് തങ്ങളെ വിഡ്ഢികളാക്കുകയാണ് ചെയ്തതെന്ന് നമ്പൂരിയാർക്ക് മനസ്സിലായത്. മുട്ടോളം തന്നെ വെള്ളമില്ലാതെ ഇരുന്ന പുഴയിൽ പകൽ സമയത്ത് ഒട്ടുവളരെ പേർ ഉടുത്തതും പറിച്ച് തലയിൽ കെട്ടിക്കൊണ്ട് നടക്കുന്നത് കണ്ടിട്ട് 2 കരയിലും നിന്നിരുന്ന ആളുകൾ കൈകൊട്ടി ചിരിച്ചു. നമ്പൂരിമാര് സാമാന്യത്തിലധികം വിഡ്ഢികളായി എന്നുള്ളത് എൻ്റെ കഥാപ്രേമികളോട് പറയേണ്ടതില്ലല്ലോ. അക്കരെ ചെന്ന് കയറിയപ്പോൾ നമ്പൂരിമാർ പറഞ്ഞു, അല്ല, ഉണ്ണി ഞങ്ങളെല്ലാവരെയും വിഡ്ഢികളാക്കി ഇല്ലേ? ചെറുപ്പത്തിൽ തന്നെ അപകടമാണല്ലേ പഠിക്കണത്. ആ, തരക്കെടില്ല എന്ന് പറഞ്ഞു. അത് കണ്ടപ്പോൾ ആ അച്ഛൻ ഭട്ടതിരിക്ക് വലിയ സന്തോഷമായി. ആവൂ, മനസ്സിന് സമാധാനവും സന്തോഷമൊക്കെയായി. എൻ്റെ കാലം കഴിഞ്ഞാലും പിന്നെ ഈ പാരമ്പര്യം പുലർത്തിക്കൊണ്ടു പോകുന്നതിന് ആരുമില്ലാതാവുമോ എന്നുള്ള വിചാരം എനിക്ക് വളരെ അധികം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് തീർന്നു.
എൻ്റെ ഉണ്ണി നന്നായി വരട്ടെ, എന്നും അവൻ ഇങ്ങനെ തന്നെ ഓരോന്ന് തോന്നട്ടെ എന്നും പറഞ്ഞു. അക്കാലം മുതൽക്കാണ് നമ്മുടെ കഥാനായകൻ പ്രസിദ്ധനായി തീർന്നത്. പിന്നെ അധികം താമസിയാതെ അച്ഛൻ ഭട്ടതിരി മരിച്ചു. അച്ഛൻ്റെ ദീക്ഷയും സമാവർത്തനവും കഴിഞ്ഞ ഉടനെ നമ്മുടെ കഥാനായകൻ വേദാധ്യായനത്തിനായി തൃശവപ്പേരൂർ ബ്രഹ്മസ്വം മഠത്തിൽ ചെന്ന് ചേർന്നു. പിന്നെ അദ്ദേഹം അവിടെ വച്ച് കാണിച്ചിട്ടുള്ള കുണ്ടാമണ്ടികൾക്കും കുസൃതികൾക്കും അവസാനം ഉണ്ടായിരുന്നില്ല. ഭട്ടതിരി ചെന്ന് ചേർന്ന കൊല്ലം അക്ഷയതൃതീയ ദിവസം ബ്രഹ്മസ്വം മഠത്തിൽ കേമായിട്ട് ഒരു സദ്യ ഉണ്ടായിരുന്നു. മേടമാസം കാലമായിരുന്നതുകൊണ്ട് സദ്യയ്ക്ക് മാമ്പഴപ്പുളിശ്ശേരിയും മാമ്പഴവും ധാരാളമായിട്ടുണ്ടായിരുന്നു. മാമ്പഴമുള്ള കാലത്ത് മോര് കൂട്ടിയാൽ മാമ്പഴം കൂടെ പിഴിഞ്ഞു കൂട്ടുക എല്ലാവർക്കും തന്നെ പ്രായേണ രസമായിട്ടുള്ളതാണല്ലോ. വിശേഷിച്ചും നമ്പൂരിമാർക്ക് അത് ബഹുരസമായിട്ടുള്ളതാണ്. മാമ്പഴം ധാരാളമായിട്ടുണ്ടെങ്കിൽ 100ഉം 150ഉം മാമ്പഴം വീതം പിഴിഞ്ഞു കൂട്ടുക എന്നുള്ളത് നമ്പൂരിമാരുടെ ഇടയിൽ സാധാരണമാണ്. അന്ന് സദ്യയ്ക്ക് മാമ്പഴം ധാരാളമായിട്ടുണ്ടായിരുന്നുവെന്ന് മാത്രമല്ല, നമ്പൂരിമാരും പതിവിൽ വളരെയധികം വന്നു കൂടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും മാമ്പഴം ധാരാളമായി പിഴിഞ്ഞു കൂട്ടി. ഊണ് ഏകദേശം കഴിയാറായപ്പോൾ ഭട്ടതിരി ഒരു മാമ്പഴം പിഴിഞ്ഞ് അതിൻ്റെ അണ്ടി തെറിപ്പിച്ചു, എന്നുവെച്ചാൽ തെറ്റിച്ചു. ആ അണ്ടി ചാടിച്ചാടി ആ പന്തിയിലിരുന്ന 10-15 നമ്പൂരിമാരുടെ ഇല അശുദ്ധപ്പെടുത്തി. ഉടനെ അവരൊക്കെ കൈകുടഞ്ഞ് എണീറ്റു. ഭട്ടതിരി അത് കണ്ട് അവിടെ ഇരുന്ന് അങ്ങോട്ട് കരഞ്ഞു തുടങ്ങി. അപ്പോൾ ചില നമ്പൂരിമാർ പറഞ്ഞു, ഹേയ്, നടുവിലെ പാട് ഒട്ടും വിഷമിക്കണ്ട, ഞങ്ങൾക്കാർക്കും ഇതുകൊണ്ട് ഒരു പരിഭവമില്ല. ഇങ്ങനെയൊക്കെ അബദ്ധം എല്ലാവർക്കും വരാവുന്നതാണ്. നടുവിലെ പാടിന് ചെറുപ്പല്ലേ, മേലാൽ ഇങ്ങനെ വരാതിരിക്കാൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് ഭട്ടതിരി പറഞ്ഞു, ആ, ഇനി ഇങ്ങനെ വരാതിരിക്കാൻ ഞാൻ കഴിയുന്നതും കരുതിക്കോളാം. പക്ഷേ ഞാൻ വിഷാദിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ വിചാരിക്കുന്നതല്ല. എൻ്റെ അച്ഛൻ ഇങ്ങനെ അണ്ടി തെറിപ്പിച്ചാൽ ആ അണ്ടി ആ പന്തിയിലുള്ള ഇലകളിലൊക്കെ ചാടിയിട്ട് മറുപന്തിയിലും ചെന്ന് ഏതാനും ഇലകൾ ശുദ്ധം മാറ്റുമായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. ഞാൻ അണ്ടി തെറിപ്പിച്ചിട്ട് ഈ ഒരു പന്തിയിൽ തന്നെ മുഴുവനും എത്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അത് വിചാരിച്ചാണ് ഞാൻ വിഷാദിക്കുന്നത്. എങ്കിലും നിങ്ങൾ പറഞ്ഞ പോലെ മേലാൽ ഇങ്ങനെയായി പോകാതിരിക്കാൻ ഞാൻ നല്ലതുപോലെ സൂക്ഷിച്ചോളാം എന്നാണ് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ നമ്പൂരിമാരിൽ ചിലർക്ക് ദേഷ്യവും ചിലർക്ക് ചിരിയും വന്നു. എല്ലാവരും അമ്പട വീര എന്ന് മാത്രം പറഞ്ഞിട്ട് കൈ കഴുകാൻ പോയി. ഇത് കൂടാതെ ഒരിക്കൽ ഭട്ടതിരി തൃശവപ്പേരൂർ പടിഞ്ഞാറേ പ്രദക്ഷിണ വഴിയിൽ നിന്നിരുന്നപ്പോൾ ഒരു പട്ടരുടെ ശവം ചിലരൊക്കെ കൂടി കെട്ടിയെടുത്ത് ശ്മശാന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ഭട്ടതിരി ചോദിച്ചു, ഈ പട്ടർക്ക് ദീനം എന്തായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നതിലൊരാൾ പറഞ്ഞു, ദീനം വിശേഷിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, വിഷം തീണ്ടി മരിച്ചതാണ് എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ഭട്ടതിരി പറഞ്ഞു, ആ, എന്നാ എനിക്കു കൂടി ഒന്ന് നോക്കണം. മരിച്ചുപോയി എന്നുള്ള കാര്യം തന്നെ എനിക്കത്ര വിശ്വാസമായിട്ടില്ല. എന്തായാലും ശവം അവിടെ താഴെ വയ്ക്കുക എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അതിലെ മറ്റൊരാൾ പറഞ്ഞു, വാസു നമ്പ്യാര്, മാളിയേക്കൽ കർത്താവ്, കാക്കര നമ്പൂരി മുതലായ യോഗ്യന്മാരൊക്കെ പഠിച്ച വിദ്യകളെല്ലാം പരീക്ഷിച്ച് നോക്കിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. മരിച്ചുപോയി എന്ന് അവരെല്ലാവരും തീർച്ചപ്പെടുത്തുകയും ചെയ്തു. ഇനി ഇദ്ദേഹം എന്തിനാണ് നോക്കണത്? ഹേയ്, ഒന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നടക്കുക എന്ന് പറഞ്ഞു. ഉടനെ മറ്റൊരാൾ പറഞ്ഞു, ഹേയ്, അങ്ങനെയല്ല, അങ്ങനെ അങ്ങോട്ട് തീർച്ചപ്പെടുത്തണ്ട. അവരൊക്കെ നോക്കിയിട്ട് ഫലമുണ്ടായില്ലെന്ന് വച്ച് ഇദ്ദേഹം നോക്കിയിട്ട് ഫലമുണ്ടാകരുതെന്നില്ലല്ലോ. ഉണ്ടായില്ലെങ്കിൽ വേണ്ട, അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും വരാനില്ലല്ലോ. ഒരു സമയം ഇദ്ദേഹത്തിൻ്റെ പ്രയോഗം ഫലിച്ചുവെങ്കിൽ വലിയ കാര്യമായില്ലോ.
ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് കൊണ്ടുപോയി ദഹിപ്പിക്കാം എന്നു പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തായാലും ശവം താഴെ ഇറക്കി വച്ചു. ഉടനെ ഭട്ടതിരി അടുത്ത് ചെന്ന് കുനിഞ്ഞ് ശവത്തിൻ്റെ ചെവിയിൽ ചെന്ന് പറഞ്ഞു, പെരുമനത്തമ്പലത്തിൽ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ തിരുനാൾ സംബന്ധിച്ചുള്ള അമ്പലം കുലിക്ക് വാരം നാളെയാണ്. ഇക്കൊല്ലം വിശേഷാൽ ഓരോ ഉറുപ്പിക പ്രതിഗ്രഹവുമുണ്ട് എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. പക്ഷേ ശവത്തിന് ഒരിളക്കവുമുണ്ടായില്ല. ഉടനെ തന്നെ ഭട്ടതിരി പറഞ്ഞു, ആ ഇനി കൊണ്ടുപോയി ദഹിപ്പിച്ചോളുക. മരിച്ചു പോയത് തന്നെ തീർച്ചയായി. പട്ടരുടെ ഒരു തലയ്ക്കലെങ്കിലും സ്വൽപ്പം ജീവനുണ്ടെങ്കിൽ സദ്യയും പ്രതിഗ്രഹവുമുണ്ടെന്ന് കേട്ടാൽ തല പൊക്കാതിരിക്കില്ല. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. വിഷമിറക്കാൻ ശ്രമിച്ചവരുടെ പേര് പറയുന്നവരുടെ കൂട്ടത്തിൽ നടുവിലെ പാട്ട് ഭട്ടതിരിയും നോക്കി എന്നുകൂടി പറഞ്ഞേക്കണം. അത്ര തന്നെ എന്നു പറഞ്ഞു. ശവം കൊണ്ടുവന്നവര് വിഡ്ഢികളായി എന്നുള്ളത് പ്രത്യേകിച്ച് എൻ്റെ കഥാപ്രേമികളോട് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ശവം കൊണ്ടുവന്നവര് അത് ദഹിപ്പിക്കാൻ കൊണ്ടുപോവുകയും ചെയ്തു. അതുകൂടാതെ ഈ ബ്രഹ്മസ്വം മഠത്തിലെ പഠിപ്പിക്കുന്ന വാദ്യാൻ നമ്പൂരിക്ക് തൃശിവപ്പേരൂർ തന്നെ ഒരിടത്ത് ഉപായത്തിൽ ഒരു കിടപ്പിൻ്റെ വട്ടമുണ്ടായിരുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ വേളി കഴിച്ചിരുന്ന ആളായിരുന്നതുകൊണ്ട് ഇത് ഏറ്റവും ഗോപ്യമായിട്ടായിരുന്നു. സാധാരണയായി വേളി കഴിച്ചിട്ടുള്ളവർ വേറെ ഒരു കിടപ്പിൻ്റെ വട്ടം കൂടി ഉണ്ടാക്കുന്നത് ഏറ്റവും നിഷിദ്ധമായിട്ടാണ് അക്കാലത്ത് എല്ലാവരും വിചാരിച്ചിരുന്നത്. അതിനാൽ ഇത് ആരും അറിയരുതെന്നും അറിഞ്ഞിട്ടില്ലെന്നുമായിരുന്നു വാദ്യാൻ നമ്പൂരിയുടെ വിചാരം. പക്ഷേ ഈ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇല്ലത്തറിഞ്ഞാൽ അന്തർജനം മനസ്താപപ്പെടുകയും ശണ്ഠ കൂടുകയും ചെയ്തെങ്കിലോ എന്നുള്ള വിചാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് പതിവായി കിടപ്പ് ബ്രഹ്മസ്വം മഠത്തിൽ തന്നെയാണെന്നാണ് എല്ലാവരോടും അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ അത്താഴം കഴിഞ്ഞാൽ അദ്ദേഹം ബ്രഹ്മസ്വം മഠത്തിൽ കിടക്കാറുമുണ്ടായിരുന്നു. പക്ഷേ അവിടെ എല്ലാവരും ഉറക്കമാകുമ്പോൾ അദ്ദേഹം പതുക്കെ എണീറ്റ് പുറത്തിറങ്ങി പോകുമെന്നേയുള്ളൂ. ആരും കാണാതെ ഇരിക്കാനായി ഇരുട്ടത്താണ് വാദ്യാൻ നമ്പൂരിയുടെ എഴുന്നള്ളത്ത് പതിവ്. അങ്ങനെ വാദ്യാൻ നമ്പൂരി പുറത്തിറങ്ങിപ്പോയാൽ ഉടനെ തന്നെ ഭട്ടതിരിയും മറ്റെവിടേക്കെങ്കിലും പുറത്തേക്ക് ഇറങ്ങിപ്പോകും. ഭട്ടതിരിയുടെ കിടപ്പ് ഇന്ന സ്ഥലത്തെന്ന് നിശ്ചയമില്ല. തരമുള്ളിടത്ത് എവിടെയാ കിടക്കണ്ടേന്ന് വെച്ചാൽ അവിടെ കിടക്കും, അത്രയേ ഉള്ളൂ. അതിനാൽ ഓരോ ദിവസം ഓരോ സ്ഥലത്ത് മാറി മാറിയായിരിക്കും അദ്ദേഹത്തിൻ്റെ കിടപ്പ്. എവിടെയായിരുന്നാലും വാദ്യാൻ നമ്പൂരി തിരിച്ചു വരുന്നതിന് മുൻപ് ഭട്ടതിരി ബ്രഹ്മസ്വം മഠത്തിലെത്തും. അങ്ങനെയാണ് ഒരു പതിവ്. എന്നാൽ ചില ദിവസങ്ങളിൽ മുമ്പേ മഠത്തിലെത്തുന്നത് വാദ്യാൻ നമ്പൂരി ആയിരിക്കും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ വാദ്യാൻ നമ്പൂരി ഭട്ടതിരിയെ ദേഷ്യപ്പെടുകയും ശകാരിക്കുകയും മറ്റും ചെയ്യുക ഒരു പതിവായിരുന്നു. അത് കൂടാതെ ഇരിക്കുന്നതിന് ഭട്ടതിരി ഒരു കൗശലം കണ്ടുപിടിച്ചു. കിടപ്പ് എവിടെയായിരുന്നാലും വെളുപ്പാങ്കാലത്തെ പോയി കുളിച്ച് വടക്കുംനാഥനെ ദർശനം കഴിക്കുക എന്നൊരു പതിവ് വച്ചു. മഠത്തിൽ ചെല്ലാൻ സ്വൽപ്പം താമസിച്ചു പോയാലും എവിടെയായിരുന്നു എന്ന് വാദ്യാൻ നമ്പൂരി ചോദിച്ചാൽ കുളിച്ചു തൊഴാൻ പോയിരുന്നു എന്ന് പറയാലോ. ഇതായിരുന്നു ഭട്ടതിരി കണ്ടുപിടിച്ച കൗശലം. അക്കാലത്ത് തൃശിവപ്പേരൂരുണ്ടായിരുന്ന സ്ത്രീകളും വെളുപ്പാങ്കാലത്തെ പോയി ചിറയിൽ ചെന്ന് കുളിച്ച് വടക്കുംനാഥ ദർശനം കഴിക്കാത്തവർ അധികമുണ്ടായിരുന്നില്ല. ഭട്ടതിരിക്കും ഇതൊരു വലിയ ഭാഗ്യമായിട്ടാണ് തോന്നിയത്. കാലത്തെ കുളിച്ച് അമ്പലത്തിലെത്തി മണ്ഡപത്തിൽ കയറി ജപിച്ചുകൊണ്ടിരുന്നാൽ തൊഴാനായി നടയിൽ വരുന്നവരെയൊക്കെ കാണാലോ. എന്നാൽ ഭട്ടതിരിയുടെ ഇരിപ്പും ജപവുമൊക്കെ കണ്ടാൽ അദ്ദേഹം ഇഹലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നില്ലെന്നും അദ്ദേഹത്തിൻ്റെ മനസ്സ് സാക്ഷാൽ പരമാത്മാവിങ്കൽ ലയിച്ചിരിക്കുകയാണെന്നും തോന്നുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കണ്ണും ചെവിയും മനസ്സുമെല്ലാം നടയിൽ തൊഴാൻ ചെല്ലുന്നവരിൽ തന്നെയായിരുന്നു. അതിനാൽ ഒരു സ്ത്രീ തനിച്ച് പതിവായി വടക്കുംനാഥൻ്റെ നടയിൽ ചെന്ന് തൊഴുത് വളരെ പതുക്കെ പ്രാർത്ഥിച്ചിരുന്നത് കൂടി എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കി.
ആ സ്ത്രീ പതിവായി പ്രാർത്ഥിച്ചിരുന്നത്, എൻ്റെ വടക്കുന്നാഥ, എനിക്ക് ഉടലോടുകൂടി സ്വർഗത്തിൽ പോകാൻ സംഗതിയാക്കി തരണേ എന്നായിരുന്നു. ഒരു ദിവസം ആ സ്ത്രീ തൊഴാൻ വരുന്ന സമയത്ത് ആരും കാണാതെ ശ്രീകോവിലിനകത്ത് കടന്ന് ബിംബത്തിൻ്റെ പുറകിൽ ചെന്ന് ഒളിച്ചിരുന്നു. സ്ത്രീ വന്ന് പതിവ് പോലെ തൊഴുത് പ്രാർത്ഥിച്ചപ്പോൾ ഭട്ടതിരി ശബ്ദം മാറ്റി ഇങ്ങനെ പറഞ്ഞു, ആ നീ ഒട്ടും വിഷമിക്കണ്ട, അങ്ങനെ തന്നെ അടുത്ത കറുത്ത വാവിൻ്റെ അന്ന് അർദ്ധരാത്രി സമയത്ത് ശ്രീമൂലസ്ഥാനത്തുള്ള ആൽത്തറയിൽ വന്നാൽ മതി, അവിടെ എൻ്റെ വിമാനം വരും എന്ന് പറഞ്ഞു. സ്ത്രീ അതു കേട്ട് ഇത് വടക്കുന്നാഥൻ തന്നെക്കുറിച്ച് പ്രസാദിച്ച് അരുളി ചെയ്തതാണ് എന്ന് വിശ്വസിച്ച് സന്തോഷസമേതം വീണ്ടും വന്ദിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. സ്ത്രീ പോയ ഉടനെ ഭട്ടതിരി പുറത്തിറങ്ങി ബ്രഹ്മസ്വം മഠത്തിലേക്കും പോയി. തനിക്കുണ്ടാകാൻ പോകുന്ന അഭ്യുദയത്തെക്കുറിച്ച് സ്ത്രീയും താൻ നിശ്ചയിച്ചിരിക്കുന്ന വിദ്യയെക്കുറിച്ച് ഭട്ടതിരിയും ആരോടും പറഞ്ഞില്ല. രണ്ടുപേരും കറുത്ത വാവു വരാനായി കാത്തിരുന്നു. വാവു നാള് രാത്രിയിൽ ബ്രഹ്മസ്വം മഠത്തിൽ എല്ലാവരും ഏകദേശം ഉറക്കമായപ്പോൾ ഭട്ടതിരി അവിടെ നിന്നിറങ്ങി ഒരു സ്ഥലത്ത് നിന്ന് ഒരു തൊട്ടിൽ കൈവശപ്പെടുത്തി. ഭംഗിയായി അലങ്കരിച്ച് അതും ഒരു കപ്പിയും കയറുമെടുത്തുകൊണ്ട് ശ്രീമൂലസ്ഥാനത്തു ചെന്ന് ആലിന്മേൽ കയറിയിരുന്നു കൊണ്ട് കപ്പിയും കയറുമിട്ട് തൊട്ടിൽ മേൽപോട്ട് വലിച്ചു കയറ്റാനും കീഴ്പോട്ട് ഇറക്കാനും സൗകര്യപ്പെടുത്തി ആലിൻ്റെ ഒരു കൊമ്പത്ത് കെട്ടിത്തൂക്കി ഉറപ്പിച്ചു. പറഞ്ഞിരുന്ന സമയത്ത് തന്നെ സ്ത്രീ അവിടെ ചെന്നു ചേർന്നു. ഉടനെ ഭട്ടതിരി കയറയച്ച് തൊട്ടിൽ മന്ദം മന്ദം ഇറക്കിക്കൊടുത്തു. ഇരുട്ടായിരുന്നുവെങ്കിലും നക്ഷത്രപ്രകാശം കൊണ്ട് സ്ത്രീ അത് കണ്ട് വിമാനം തന്നെ എന്ന് തീർച്ചപ്പെടുത്തി. അതിൽ കയറാനായി ഭാവിച്ചപ്പോൾ ഭട്ടതിരി വല്ലാത്ത ഒരു ശബ്ദത്തിൽ പറഞ്ഞു, ഹേയ്, നിന്റെ വസ്ത്രമെല്ലാം അഴിച്ച് താഴെ ഇട്ടിട്ട് വേണം അതിൽ കയറാൻ എന്ന് പറഞ്ഞു. സ്ത്രീ വളരെ ഭയഭക്തി ബഹുമാനത്തോടെ അപ്രകാരം തന്നെ ചെയ്തു. തൊട്ടിലിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഭട്ടതിരി കയറ് പിടിച്ച് സാവധാനത്തിൽ മേൽപോട്ട് വലിച്ചു. അങ്ങനെ സ്ത്രീക്ക് കീഴ്പോട്ട് ചാടാനും മേൽപോട്ട് കയറാനും ആലിൻ്റെ കൊമ്പത്ത് പിടിക്കാനും ഒന്നും വയ്യാത്ത സ്ഥിതിയിലായപ്പോൾ കയറ് ആലിൻ്റെ കൊമ്പത്ത് കെട്ടിയിട്ട് ഉറപ്പിച്ചു. അതിനുശേഷം ഭട്ടതിരി അവരുടെ നേരെ വന്ന് നിന്ന് പറഞ്ഞു, ആ ഇനി അവിടെ ഇരുന്ന് നീ അങ്ങോട്ട് സുഖിച്ചോ, ഇതുതന്നെയാണ് സ്വർഗം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ നേരം വെളുത്തപ്പോൾ സ്വാമി ദർശനത്തിനായിട്ട് വന്നവരും മറ്റുമായി ശ്രീമൂലസ്ഥാനത്ത് അസംഖ്യം ആളുകൾ കൂടി. എല്ലാവരും മേൽപോട്ട് നോക്കി ഇതെന്തൊരത്ഭുതം എന്ന് പറഞ്ഞ് കൈകൊട്ടുകയും ചിരിക്കുകയും ആർത്തു വിളിക്കുകയും മറ്റും ചെയ്തു. ആ സമയത്ത് ആ സ്ത്രീക്കുണ്ടായ ലജ്ജയും വ്യസനവും എത്രമാത്രമാണ് എന്നുള്ളത് എൻ്റെ കഥാപ്രേമികളോട് പ്രത്യേകിച്ച് പറയണമെന്നില്ലല്ലോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും സ്ത്രീയുടെ വീട്ടുകാർ ഇതറിഞ്ഞ് ആളുകളെ അയച്ച് സ്ത്രീയെ താഴെ ഇറക്കി വസ്ത്രം ധരിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി. അതോടുകൂടി ആ സ്ത്രീയുടെ ഉടലോടുകൂടി സ്വർഗത്തിൽ പോകണമെന്നുള്ള ആഗ്രഹവും പ്രാർത്ഥനയും വേണ്ടെന്നു വച്ചു എന്ന് മാത്രമല്ല, ലജ്ജ കൊണ്ട് അധികം പുറത്തിറങ്ങി സഞ്ചരിക്കാതെയുമായി. നമ്മുടെ ഭട്ടതിരി ആ സ്ത്രീയെ സ്വർഗത്തിലാക്കാൻ പോയ സമയത്ത് വാദ്യാൻ നമ്പൂരി അദ്ദേഹത്തെ അന്വേഷിക്കുകയും കാണാഞ്ഞിട്ട് വളരെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. രാത്രി ഏകദേശം 1 മണി കഴിഞ്ഞപ്പോഴേക്കും ഭട്ടതിരി തിരിച്ച് മഠത്തിലെത്തി. അപ്പോഴും വാദ്യാൻ നമ്പൂരി ഉണർന്നു കിടക്കുകയായിരുന്നു. അതിനാൽ ഭട്ടതിരി ചെന്നതറിഞ്ഞ് ഉടനെ വിളിച്ച് വീണ്ടും വളരെ ദേഷ്യപ്പെട്ട് പറഞ്ഞു, ഹേയ് നടുവിലപ്പാട്, ഇനി പതിവായി ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ ചുവട്ടിൽ കിടക്കണം. മാറിക്കിടന്നിട്ടാണ് ഞാനറിയാതെ താൻ ഇങ്ങനെയൊക്കെ ഇറങ്ങിപ്പോകാനിടയാകണത്. കുളിക്കാനും തൊഴാനൊന്നും വെളുപ്പാങ്കാലത്ത് ഇനി മുതൽ പോകണമെന്നില്ല. അതൊക്കെ നേരം വെളുത്തിട്ട് മതി. വെളുപ്പാങ്കാലത്ത് കിടക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് വല്ല സങ്കീർത്തനങ്ങളോ മറ്റോ ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഭട്ടതിരി ഒരു സാധുവിനെ പോലെ അതെല്ലാം കേട്ടനുസരിച്ച് അപ്പം തന്നെ വാദ്യാൻ നമ്പൂരിയുടെ കട്ടിലിൻ്റെ
ചുവട്ടിൽ ചെന്ന് കിടന്നുറങ്ങിത്തുടങ്ങി. പിന്നെ അത് ഒരു പതിവായി. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഭട്ടതിരി ചിന്തിച്ചു, ഏയ്, ഇത് ശരിയാവില്ല. ഈ പതിവ് വലിയ ഒരു ഉപദ്രവമാണ്. ഇങ്ങനെയായാൽ പറ്റില്ല. ഇതൊന്ന് ഭേദപ്പെടുത്തു തന്നെ വേണം. ആട്ടെ, തരം ഉണ്ടാക്കാം എന്ന് മനസ്സുകൊണ്ട് ആലോചിച്ച് തീർച്ചയാക്കി. എന്ന് മാത്രമല്ല, അതിന് തരം നോക്കിക്കൊണ്ടിരുന്നു. ആ ഇടയ്ക്ക് വാദ്യാൻ നമ്പൂരിയും അത്താഴം കഴിഞ്ഞാൽ ബ്രഹ്മസ്വം മഠത്തിൽ തന്നെയാണ് കിടക്കുക. അല്ലാതെ പണ്ടത്തെ പോലെ പുറത്തേക്കിറങ്ങുക പതിവില്ലായിരുന്നു. അതിനാൽ ഭട്ടതിരിക്കും മറ്റ് തരമൊന്നും കിട്ടിയില്ല. അങ്ങനെ ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രിയിൽ മഠത്തിൽ എല്ലാവരും ഉറക്കമായ സമയം വാദ്യാൻ നമ്പൂരി പതുക്കെ ചോദിച്ചു, ഹേയ്, നടുവിലപ്പാട് ഉറക്കായോ എന്ന് ചോദിച്ചു. ഭട്ടതിരി അപ്പോൾ സത്യത്തിൽ ഉറക്കമല്ലായിരുന്നു. എങ്കിലും മിണ്ടാതെ ഉറങ്ങിയതുപോലെ കിടന്നു. എല്ലാവരും ഉറക്കമായി എന്ന് തീർച്ചപ്പെടുത്തി വാദ്യാൻ നമ്പൂരി പതുക്കെ എണീറ്റ് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി വാതിൽ ചാരിക്കൊണ്ട് അവിടെ നിന്ന് യാത്രയായി. വാദ്യാൻ നമ്പൂരി പോയി സ്വൽപ്പം കഴിഞ്ഞപ്പോൾ ഭട്ടതിരിയും പിന്നാലെ പോയി. വാദ്യാൻ നമ്പൂരി പോകുന്നത് ഇന്ന സ്ഥലത്തേക്കാണെന്ന് നിശ്ചയമുണ്ടായിരുന്നതിനാൽ ഭട്ടതിരി ഒരു എളുപ്പ വഴിയിൽ കൂടി അവിടേക്ക് പോയി. വാദ്യാൻ നമ്പൂരി എത്തുന്നതിന് മുമ്പേ ഭട്ടതിരി അവിടെ എത്തി. എന്നിട്ട് ഒരു സ്ഥലത്ത് ഭട്ടതിരി ഒളിച്ചിരുന്നു. അപ്പോൾ കറുത്ത പക്ഷമായിരുന്നതുകൊണ്ട് ആരും കാണുകയില്ലെന്നുള്ള നിശ്ചയമുണ്ടായിരുന്നു. അങ്ങനെ വാദ്യാൻ നമ്പൂരി അവിടെ എത്തി വാതിലിന് മുട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ രഹസ്യ ഭാര്യ വാതിൽ തുറന്നു. പക്ഷേ അകത്ത് വിളക്കൊന്നും ഉണ്ടായിരുന്നില്ല. വാദ്യാൻ നമ്പൂരി അകത്ത് കടന്നയുടനെ കാൽ തേച്ച് കഴുകാനും മറ്റുമായി ഓവറയിലേക്ക് പോയി. വെള്ളം അവിടെ ഉണ്ടായിരുന്നെങ്കിലും അതുകൊണ്ട് തികഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഒരു തമല വെള്ളവും എടുത്തുകൊണ്ട് പിന്നാലെ ഭാര്യയും പോയി. പക്ഷേ വാതിൽ അടച്ചില്ല, തുറന്നു തന്നെ കിടന്നിരുന്നു. അതിനാൽ ആ തരത്തിന് ഭട്ടതിരി അകത്ത് കടന്ന് കട്ടിൽ ചുവട്ടിലിൽ ചെന്ന് കിടന്നു. അവിടെ പിന്നെയും വിളക്ക് കൊളുത്തുകയുണ്ടായില്ല. അതിനാൽ അദ്ദേഹത്തെ കാണാൻ ഇടയായില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെളുപ്പാങ്കാലമായപ്പോൾ ഭട്ടതിരി എണീറ്റിരുന്ന് തുമ്പിക്കൈയിലമർന്ന പൊൻകലശവും മറ്റുള്ള കൈപത്തിലും ഇത്യാദി സങ്കീർത്തനം ചൊല്ലിത്തുടങ്ങി. അന്ന് ഉറങ്ങാൻ താമസിച്ചതുകൊണ്ട് ആ സങ്കീർത്തനം കേട്ടാണ് വാദ്യാൻ നമ്പൂരി ഉണർന്നത്. ഉടനെ അദ്ദേഹം ദേഷ്യത്തോടും ലജ്ജയോടും കൂടി, ഹേയ്, ആരാത്? കട്ടിൽ ചുവട്ടിൽ സങ്കീർത്തനം തുടങ്ങിയിരിക്കണത് ആരാ എന്ന് ചോദിച്ചു. ഉടനെ ഭട്ടതിരി പറഞ്ഞു, അല്ല, ഞാൻ തന്നെ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വാദ്യാൻ ചോദിച്ചു, ഹേയ്, ആര്? നടുവിലപ്പാടോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഭട്ടതിരി പറഞ്ഞു, അതെ, ഞാൻ തന്നെ എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ വാദ്യാൻ പറഞ്ഞു, അയ്യോ, അപകടമായില്ലോ, താൻ എന്തിനാ ഇവിടെ വന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഭട്ടതിരി പറഞ്ഞു, ഞാൻ വാദ്യാൻ കിടക്കുന്ന കട്ടിലിൻ്റെ ചുവട്ടിൽ തന്നെ കിടക്കണമെന്നും വെളുപ്പാങ്കാലത്ത് സങ്കീർത്തനം ചെല്ലണമെന്നുമല്ലേ അങ്ങ് പറഞ്ഞിരിക്കണത്? ഗുരുനാഥൻ പറയുന്നത് പോലെ ചെയ്യാതിരിക്കുന്നത് ഗുരുത്വത്തിന് പോരായികയാണല്ലോ എന്ന് വിചാരിച്ച് ഞാനിവിടെ വന്ന് കിടന്നു. വെളുപ്പാങ്കാലമായതുകൊണ്ട് സങ്കീർത്തനം ചൊല്ലിത്തുടങ്ങിയതാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വാദ്യാൻ പരിഭ്രമത്തോടു കൂടി ചോദിച്ചു, എന്താ, വെളുപ്പാങ്കാലായോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഭട്ടതിരി പറഞ്ഞു, ഉവ്വ്, വെളുപ്പാങ്കാലായി എന്ന് പറഞ്ഞു. ഇത് കേട്ടതോടുകൂടി വാദ്യാൻ നമ്പൂരിക്ക് അങ്ങോട്ട് പരിഭ്രമായി. എന്നാ വേഗം പോവാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി അവിടെ നിന്ന് പോയി. വഴിക്ക് വച്ച് വാദ്യാൻ നമ്പൂരി ഭട്ടതിരിയോട് പറഞ്ഞു, ഹേയ്, മേലാൽ നടുവിലെപ്പാടിൻ്റെ ഇഷ്ടം പോലെ എവിടെയൊക്കെ വേണമെന്നുണ്ടെങ്കിലും കിടക്കുവോ പോവോ ഒക്കെ ചെയ്തോളുക. എന്നെ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കാണ്ടിരുന്നാൽ മാത്രം മതി. നടുവിലെപ്പാടിന് ഞാൻ ഇന്ന് മുതൽ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭട്ടതിരി പറഞ്ഞു, ഹേയ്, എനിക്ക് സ്വാതന്ത്ര്യമൊന്നും വേണമെന്നില്ല, എല്ലാം വാദ്യാൻ്റെ ഇഷ്ടം പോലെ മതി എന്ന് ഭട്ടതിരിയും പറഞ്ഞു. എന്തായാലും അന്ന് മുതൽ ഭട്ടതിരി സ്വതന്ത്രനായി തീർന്നു.
എവിടെ കിടന്നാലും എവിടെ പോയാലും എന്തായാലും ഒരു ചോദ്യവുമില്ലാതെയുമായി. അതിനുശേഷം ഭട്ടതിരി പിന്നെ വേദാധ്യായനം മതിയാക്കി കുറച്ചു കാലം ദേശസഞ്ചാരം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ദേശസഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരിക്കൽ ഭട്ടതിരി കോഴിക്കോട്ടെത്തി താമസിച്ചിരുന്ന കാലത്ത് കോപ്പാട്ടാട്ടി എന്ന് പ്രസിദ്ധയായിരുന്ന സ്ത്രീ എങ്ങനെയോ അബദ്ധത്തിൽ കിണറ്റിൽ വീണു പോകുന്നതിനിടയായി. കോപ്പാട്ടാട്ടിക്ക് 27 ഭർത്താക്കന്മാരും പിന്നെ ഒട്ടുവളരെ ഇഷ്ടന്മാരും അസംഖ്യം സേവകന്മാരും അനവധി വേഴ്ചക്കാരുമുണ്ടായിരുന്നു. ആട്ടി കിണറ്റിൽ ചാടിയെന്ന് കേട്ട ക്ഷണത്തിൽ അവരെല്ലാവരും അവിടെ ഓടിയെത്തി. ചെന്നവരെല്ലാം ആട്ടിയെ പിടിച്ചു കയറ്റാനായി കിണറ്റിലേക്ക് ചാടി. അങ്ങനെ ആളെ കൊണ്ട് കിണർ നിറഞ്ഞു. ആ സമയത്ത് നടുവിലെപ്പാട് ഭട്ടതിരിയും അവിടെ എത്തി. അപ്പോൾ ആളുകളെ കൊണ്ട് കിണർ നിറഞ്ഞിരിക്കുന്നത് കണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോയി അതിനടുത്ത വീട്ടിലെ കിണറ്റിൽ ചെന്ന് ചാടി. കോപ്പാട്ടാട്ടിയെ എല്ലാവരും കൂടി കരയ്ക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ അടുത്ത വീട്ടിൽ ഒരു നിലവിളി കേൾക്കുകയാൽ അതിൻ്റെ കാരണമറിയുന്നതിനായി എല്ലാവരും അങ്ങോട്ടോടി. അവിടെയും കിണറ്റിൽ തന്നെയായിരുന്നു നിലവിളി. ചെന്ന് നോക്കിയപ്പോൾ കിണറ്റിൽ നടുവിലെ പാട്ട് ഭട്ടതിരിയായിരുന്നു. എല്ലാവരും കൂടി അദ്ദേഹത്തെയും കരയ്ക്ക് കയറ്റി. എന്നിട്ട് അവരെല്ലാവരും കൂടി ഭട്ടതിരിയോട് ചോദിച്ചു, ഹേയ്, അവിടത്തേക്ക് എന്താ ഇങ്ങനെയൊരു അബദ്ധം പറ്റിയത് എന്ന് ചോദിച്ചു. അപ്പോൾ ഭട്ടതിരി പറഞ്ഞു, ഹേയ്, എനിക്ക് അബദ്ധമൊന്നും പറ്റിയില്ല. ഞാൻ കോപ്പാട്ടെ കിണറ്റിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ സ്ഥലം ഒട്ടും ഉണ്ടായിരുന്നില്ല. കോപ്പാട്ടാട്ടിയുടെ സേവ നമുക്കുമുണ്ടായാൽ കൊള്ളാലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ സ്ഥലമില്ലാതെ വന്നപ്പോൾ ഓടി വന്ന് ഈ കിണറ്റിൽ അങ്ങോട്ട് ചാടി, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കാര്യമൊന്നുമില്ലാതെ സേവയ്ക്കു വേണ്ടി മാത്രം കിണറ്റിൽ ചാടിയവരെല്ലാം സാമാന്യത്തിലധികം ലജ്ജിച്ച് വിഡ്ഢികളായി എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ എൻ്റെ കഥാപ്രേമികൾക്കറിയാലോ. ഇങ്ങനെ ഓരോ മന്നത്തങ്ങൾ കാണിച്ചുകൊണ്ട് കോഴിക്കോട്ട് കുറച്ച് ദിവസം താമസിച്ചതിൻ്റെ ശേഷം ഭട്ടതിരിയുടെ യാത്ര നേരെ തിരുവനന്തപുരത്തേക്കായിരുന്നു. തിരുവനന്തപുരത്ത് ചെന്ന് മഹാരാജാവ് തിരുമനസ്സിലെ മുഖം കാണിച്ചതിൻ്റെ ശേഷം ഏതാനും ദിവസം അവിടെ താമസിച്ചു. അതിനിടയ്ക്ക് ഭട്ടതിരി അനേകം മന്നത്തങ്ങൾ കാണിക്കുകയും പറയുകയുമുണ്ടായി. അച്ഛൻ അനുഗ്രഹിച്ചിട്ടുള്ളതിൻ്റെ ഫലമോ എന്തോ ഭട്ടതിരിയുടെ ഫലിതപ്രയോഗങ്ങളും വാക്കുകളുമെല്ലാം തിരുമനസ്സിലേക്ക് വളരെ രസിക്കുകയാണ് ചെയ്തത്. കുറച്ച് ദിവസം കൊണ്ട് ഭട്ടതിരി അവിടെ ഒരുവിധം സേവകന്മാരുടെ കൂട്ടത്തിലായി തീർന്നു. സമയം ചോദിക്കാതെ തിരുമുമ്പിൽ ചെല്ലാം, വെടി പറയാം, ചിരിക്കാം, ഇതൊന്നും വിരോധമില്ലാതെയായി. അവിടെയുള്ള സേവകന്മാരും ഉദ്യോഗസ്ഥന്മാരും മറ്റുമൊക്കെയായി ഭട്ടതിരി പരിചിതന്മാരായി തീരുകയും ചെയ്തു. ഇത്രയുമൊക്കെ ആയതിൻ്റെ ശേഷം ഒരു ദിവസം ഭട്ടതിരി പത്മതീർത്ഥത്തിൻ്റെ തെക്കേ കരയിൽ നിന്നപ്പോൾ സർവാധികാര്യക്കാർ അതിലെ കൂടി കടന്ന് വലിയ കൊട്ടാരത്തിലേക്ക് പോയി. അദ്ദേഹം പൊന്നരഞ്ഞാണവും അര നിറച്ച് പൊന്നേലസും ധരിച്ച് നേരിയ മുണ്ടുടുത്ത് മാർത്താണ്ഡവർമ്മയിലെ പപ്പുത്തമ്പിയുടെ വേഷത്തിലായിരുന്നു പോയത്. അത് കണ്ടപ്പോൾ ഭട്ടതിരി പഞ്ചപുച്ഛമൊതുക്കി വാ പൊത്തി ഓച്ചാനിച്ചുകൊണ്ട് പിന്നാലെ ചെന്നു. അത് കണ്ടപ്പോൾ സർവാധികാര്യക്കാർ തിരിഞ്ഞു നോക്കിയിട്ട് ഗൗരവത്തോടുകൂടി ചോദിച്ചു, ഹേയ്, എന്താ വേണ്ടേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഭട്ടതിരി ആരും കേൾക്കാത്ത വിധത്തിൽ സർവാധികാര്യക്കാരോട് ചോദിച്ചു, അങ്ങയുടെ ആ ആസനം കടിക്കാമോ എന്ന് ചോദിച്ചു. അത് കേട്ട് സർവാധികാര്യക്കാർ ദേഷ്യപ്പെട്ട് മുഖം വീർപ്പിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ ക്ഷണത്തിൽ പോയി. എന്നിട്ട് തിരുമുമ്പാകെ ചെന്നയുടനെ വളരെ സങ്കടത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു, അല്ല, ഒരു വടക്കൻ പട്ടേരി കുറച്ച് ദിവസമായി ഇവിടെ താമസിക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ശകാരം കൊണ്ട് അടിയന് ഇവിടെ കഴിച്ചുകൂട്ടാൻ നിവർത്തിയില്ലാതെയായി. അദ്ദേഹത്തിന് ഇന്നതേ പറയാവൂ എന്നില്ല. ശുദ്ധമേ അസഭ്യം തന്നെയാണ് അദ്ദേഹം പറയണത്. അടിയൻ ഇപ്പം തന്നെ ഇങ്ങോട്ട് വിട കൊണ്ടപ്പോൾ തന്നെ അദ്ദേഹം ഒരു ചീത്ത വാക്ക്
പറയേണ്ടായി. ഇതൊക്കെ തിരുമനസ്സിലേക്ക് അറിയിക്കാവുന്നതല്ലാത്തതുകൊണ്ട് ഞാൻ അറിയിക്കണില്ല. ഇവിടെ അദ്ദേഹത്തെ വേണ്ടതിലധികം കൽപ്പിച്ച് ബഹുമാനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആരെയും ഭയവും ബഹുമാനവും ഇല്ലാതെയാവുകയും അധിക പ്രസംഗം വർദ്ധിക്കുകയും ചെയ്യണത് എന്നും മറ്റും തിരുമനസ്സിനെ സർവാധികാര്യക്കാർ അറിയിച്ചു. അത് കേട്ട ഉടനെ മഹാരാജാവ് കൽപ്പിച്ച് ഒരു ഹരിക്കാരനെ അയച്ച് ഭട്ടതിരിയെ വിളിപ്പിച്ച് തിരുമുമ്പാകെ വരുത്തി. ഹേയ് ഭട്ടതിരി, സർവാധികാര്യക്കാരെ ശകാരിച്ചു എന്നും മറ്റും പറയണ്ടല്ലോ, എന്താ അത് എന്ന് കൽപ്പിച്ചു ചോദിച്ചു. അത് കേട്ടപ്പോൾ ഭട്ടതിരി പറഞ്ഞു, അയ്യോ, ഞാൻ അദ്ദേഹത്തെ ശകാരിക്കുകയും മറ്റൊന്നും ഉണ്ടായില്ല. അങ്ങനെ അദ്ദേഹം ഇവിടെ വന്ന് അറിയിച്ചു എന്നുണ്ടെങ്കിൽ അത് ഭോഷ്കാണ്. ഉണ്ടായ സംഗതി ഞാനിവിടെ അറിയിക്കാം. സർവാധികാര്യക്കാർ ഈ നേരിയ മുണ്ടുടുത്ത് ഇങ്ങോട്ട് പോന്നപ്പോൾ ഈ പൊന്നേലസും പൊന്നരഞ്ഞാണവും വെളുത്ത് ചുമന്ന് ഉരുണ്ട് തടിച്ച ഈ ആസനവും ഒക്കെപ്പാടെ കണ്ടപ്പോൾ ഈ ആസനമൊന്ന് കടിച്ചാൽ കൊള്ളാമെന്ന് എനിക്കൊരു മോഹം തോന്നി. അദ്ദേഹത്തിൻ്റെ അനുവാദവും സമ്മതവും കൂടാതെ പിടിച്ച് കടിക്കുന്നത് ന്യായമല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആസനം കടിക്കാമോ എന്ന് ചോദിച്ചു. അതിന് ഇത്രമാത്രം ദേഷ്യപ്പെടാനും സങ്കടപ്പെടാനും തിരുമനസ്സിനെ അറിയിക്കാനും മറ്റുമുള്ള കാര്യമൊന്നുമില്ല. മനസ്സുണ്ടെങ്കിൽ സമ്മതിക്കണം, ഇല്ലെങ്കിൽ മനസ്സില്ലെന്ന് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മഹാരാജാവ് പറഞ്ഞു, ആ, ഇതിനെക്കുറിച്ച് ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്തോളാം, ഇപ്പോൾ നിങ്ങൾക്ക് പോവാം എന്ന് കൽപ്പിച്ച് രണ്ടുപേരെയും അയച്ചു. പക്ഷേ സർവാധികാര്യക്കാർ നേരിയ മുണ്ടുടുത്ത് തിരുമുമ്പിൽ ചെല്ലുന്നത് തിരുമനസ്സിലേക്കും ഒട്ടും രസമല്ലായിരുന്നു. അതിനെക്കുറിച്ച് ഒന്നും കൽപ്പിക്കാറില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ഇരുന്നപ്പോൾ ഭട്ടതിരി ഈ വഴക്കുണ്ടാക്കി തീർത്തത് തിരുമനസ്സിലേക്ക് വലിയ സന്തോഷമായി. അതിനാൽ മേൽമുണ്ട് കൂടാതെ ഒറ്റമുണ്ട് മാത്രം ഉടുത്തുകൊണ്ട് മേലാൽ ആരും തിരുമുൻപിൽ ചെന്നുകൂടാ എന്ന് അന്ന് തന്നെ ഒരു കൽപ്പന പ്രസിദ്ധപ്പെടുത്തി. ഇത് ഭട്ടതിരിക്കും മറ്റു പലർക്കും വളരെ സന്തോഷകരമായെങ്കിലും സർവാധികാര്യക്കാർക്ക് ഒട്ടും രസായില്ല. എങ്കിലും കൽപ്പന അനുസരിക്കാതെ ഇരിക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് അടുത്ത ദിവസം മുതൽ സർവാധികാര്യക്കാരും മേൽമുണ്ട് ഉപയോഗിച്ചു തുടങ്ങി. ആ കൽപ്പന പിന്നീട് ആരും ഭേദപ്പെടുത്തിയില്ല. അത് അങ്ങനെ തന്നെ സ്ഥിരപ്പെട്ടു. ആ സംഗതികൾ ഇങ്ങനെയൊക്കെ അവസാനിച്ചു എന്നുണ്ടെങ്കിലും സർവാധികാര്യക്കാർക്ക് ഭട്ടതിരിയോടുള്ള വിരോധം തീർന്നില്ല. പക്ഷേ അത് ഫലിപ്പിക്കാൻ മാർഗമൊന്നുമില്ലാതെ ഇരുന്നതുകൊണ്ട് അദ്ദേഹം അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു. അത് ഭട്ടതിരി മനസ്സിലാക്കിയെങ്കിലും കൂട്ടാക്കിയില്ല. ഭട്ടതിരി ആരെയും കൂട്ടാക്കുന്ന ആളല്ലല്ലോ. തരം കിട്ടിയാൽ ഇനിയും സർവാധികാര്യക്കാരെ വിഡ്ഢിയാക്കണമെന്ന് ഭട്ടതിരിയും അങ്ങോട്ട് നിശ്ചയിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രിയിൽ ഭട്ടതിരി ഒരു റോഡരികിൽ മലവിസർജനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം സർവാധികാര്യക്കാർ ഗൂഢമായി ഒരു സ്ഥലത്ത് പോകുന്നതിനായി ആ റോഡിൽ കൂടി ചെന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അടുത്ത് ചെന്നപ്പോൾ റോഡരികിൽ ഒരാൾ ഇരിക്കുന്നതായി തോന്നിയിട്ട് അദ്ദേഹം ചോദിച്ചു, ഹേയ്, ആരാത് എന്ന് ചോദിച്ചു. ഉടനെ ഭട്ടതിരി പറഞ്ഞു, ആളറിഞ്ഞിട്ട് എന്തു വേണം എന്ന് ചോദിച്ചു. ഇരുട്ടുകൊണ്ട് കാണാൻ പരസ്പരം വയ്യായിരുന്നുവെങ്കിലും ഒച്ച കേട്ടപ്പോൾ പരസ്പരം രണ്ടുപേരും അറിഞ്ഞു. അതിനാൽ സർവാധികാര്യക്കാർ പറഞ്ഞു, ആ, മതി മതി, മനസ്സിലായി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭട്ടതിരി പറഞ്ഞു, മതിയെങ്കിൽ ഇനി പ്രയാസപ്പെടണമെന്നില്ല, അധികമുള്ളത് അവിടെ കിടന്നോട്ടെ, പട്ടി തിന്നോളും എന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോയി. ഈ മന്നനോട് ഇനിയും സംസാരിച്ചാൽ വല്ലവരും കേട്ടേക്കും, അത് കുറച്ചിലാണ് എന്ന് വിചാരിച്ച് സർവാധികാര്യക്കാരും പോയി. എങ്കിലും അദ്ദേഹം സാമാന്യത്തിലധികം വിഡ്ഢിയായി തീർന്നു എന്നുള്ളത് പ്രത്യേകിച്ച് എൻ്റെ കഥാപ്രേമികളോട് പറയണമെന്നില്ലല്ലോ. ഈ വിരോധമെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് സർവാധികാര്യക്കാർ പിറ്റേ ദിവസം ഒരു കാര്യം ചെയ്തു. തിരുവനന്തപുരത്ത് നമ്പൂരിമാർ എത്ര പേര് ചെന്നാലും അവരെയൊക്കെ മണ്ഡപത്തിൽ ജപത്തിന് ചാർത്തുകയും ജപക്കാർക്ക് പ്രതിദിനം ഒരു പണം വീതം ദക്ഷിണ കൊടുക്കുകയും പതിവാണ്. അതനുസരിച്ച് ഭട്ടതിരിയും തിരുവനന്തപുരത്ത് ചെന്ന ദിവസം തന്നെ ജപം ചാർത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ പണം ഭട്ടതിരിക്ക്
പൂജ്യമാക്കണമെന്ന് നിശ്ചയിച്ച് സർവാധികാര്യക്കാർ ജപം ചാർത്തുന്ന പിള്ളയെ വരുത്തി ഭട്ടതിരിയുടെ പേര് കുത്തിക്കളയാൻ ചട്ടം കെട്ടുകയും പിള്ള കുത്തിക്കളയുകയും ചെയ്തു. ഭട്ടതിരി അതറിഞ്ഞിട്ട് പിന്നെ 3 ദിവസം കൊട്ടാരത്തിൽ പോയില്ല. 4-ാം ദിവസം തിരുമുമ്പാകെ ചെന്നപ്പോൾ, എന്താ ഭട്ടതിരിയെ ഈയിടെ ഇങ്ങോട്ട് കാണാതിരുന്നത് എന്ന് കൽപ്പിച്ചു ചോദിച്ചു. അത് കേട്ടപ്പോൾ ഭട്ടതിരി പറഞ്ഞു, അല്ല, എനിക്ക് ഒരു 3 ദിവസത്തേക്ക് ഒരശുദ്ധി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മഹാരാജാവ് ചോദിച്ചു, ഏയ്, അശുദ്ധിയോ? ആരാ മരിച്ചേ എന്ന് ചോദിച്ചു. ഉടനെ ഭട്ടതിരി പറഞ്ഞു, ആ, സാരമില്ല, എൻ്റെ പേരാ മരിച്ചേ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മഹാരാജാവ് ചോദിച്ചു, പേര് മരിക്കുവോ? ഏയ്, അസംബന്ധം പറയുന്നത് എന്താ പട്ടേരി എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഭട്ടതിരി പറഞ്ഞു, ഏയ്, അസംബന്ധമല്ല, വാസ്തവ. സർവാധികാര്യക്കാർ എൻ്റെ പേര് കുത്തി. അദ്ദേഹം വലിയ താപ്പാനയാണെന്നാണ് എല്ലാവരും പറയണത്. അദ്ദേഹം കുത്തിയാൽ മരിക്കാതെ ഇരിക്കുവോ? ഇത് കേട്ടപ്പോൾ തിരുമനസ്സിലേക്ക് കാര്യം മനസ്സിലായി. ഉടനെ ഭട്ടതിരിയുടെ പേര് വീണ്ടും ചാർത്തുന്നതിനും പേര് കുത്തിയ ദിവസങ്ങളിലെ ദക്ഷിണ കൂടി കൊടുക്കുന്നതിനും കൽപ്പിച്ച് ചട്ടം കെട്ടി. അതിലും സർവാധികാര്യക്കാർ വിഡ്ഢിയാവുക തന്നെ ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ച് അമ്മച്ചിക്ക് പുത്തനായി പണിയിപ്പിച്ചു കൊടുത്ത അമ്മ വീടിൻ്റെ വാസ്തുബലിയും പാലുകാച്ചുമായി. പുണ്യാഹവും പാലുകാച്ചും അവിടെ വച്ച് കേമായിട്ട് ഒരു ബ്രാഹ്മണ സദ്യയും കഴിച്ച് ഗൃഹപ്രവേശം നടത്തുകയാണെന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തി. ജപത്തിനായും പള്ളിത്തേവാരത്തിനായും മറ്റും തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന നമ്പൂരിമാരെയും സദ്യയ്ക്ക് ക്ഷണിച്ചു. അപ്പോൾ നമ്പൂരിമാർക്ക് വലിയ സംശയമായി തീർന്നു. പുത്തനായി പണിയിപ്പിച്ചതാണെങ്കിലും അമ്മ വീടെന്ന് സങ്കല്പിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി ഊണ് കഴിക്കാമോ എന്നായിരുന്നു അവരുടെ സംശയം. പോകാതെ ഇരുന്നാൽ മഹാരാജാവ് തിരുമനസ്സിലേക്ക് തിരുവുള്ളക്കേടുണ്ടായേക്കുമോ എന്നുള്ള ശങ്കയും അവർക്കുണ്ടാകാതെ ഇരുന്നില്ല. ആകപ്പാട് നമ്പൂരിമാര് വലിയ പരുങ്ങലിലായി തീർന്നു. ഒടുക്കം അവരെല്ലാവരും കൂടി നടുവിലെ പാടിനോടുകൂടി ആലോചിച്ചിട്ട് തീർച്ചയാക്കാം എന്ന് നിശ്ചയിച്ചു. അങ്ങനെ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒത്തുകൂടിയിരുന്നു കൊണ്ട് ഭട്ടതിരിയെ വരുത്തി ഈ വസ്തുതകളെല്ലാം പറഞ്ഞു. ഭട്ടതിരി മനസ്സുകൊണ്ട് സ്വല്പം ആലോചിച്ചിട്ട്, ഇതിന് ഞാൻ വല്ലതും സമാധാനം ഉണ്ടാക്കിക്കോളാം, നമ്മുടെ അവസ്ഥയ്ക്ക് കുറവ് വരിയില്ല, തിരുവുള്ളക്കേട് ഉണ്ടാവിയില്ല, എന്നാ പോരെ. പക്ഷേ ഒരു കാര്യം വേണം, തൽക്കാലം നിങ്ങൾ ആരെങ്കിലും 2-3 ഉറുപ്പിക ഇങ്ങോട്ട് തരണം. ഇന്ന് തന്നെ വൈകുന്നേരം അത് മടക്കി തരികയും ചെയ്യാം. സദ്യ നാളെയാണല്ലോ, അതുകൊണ്ട് ഇനിയും ഒട്ടും താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് സന്തോഷിച്ച് ഉടനെ ഒരു നമ്പൂരി 3 രൂപ കൊടുത്തു. ഭട്ടതിരി അത് ചാലക്കുടിയിൽ കൊണ്ടുചെന്ന് കൊടുത്ത് ഒരു കോളാമ്പി മേടിച്ചു. അപ്പോൾ തന്നെ കച്ചവടക്കാരനോട്, ഇത് എനിക്കല്ല, മറ്റൊരാൾക്ക് വേണ്ടിയാണ്, ഇത് കൊണ്ടുചെന്ന് അയാളെ കാണിച്ചിട്ട് കോളാമ്പിയുടെ ഭാഷയും വിലയും അയാൾക്ക് സമ്മതമാണെങ്കിൽ കോളാമ്പി എടുക്കും, അയാൾ സമ്മതിച്ചില്ലെങ്കിൽ കോളാമ്പി ഞാൻ തിരികെ കൊണ്ടുവരും, അപ്പോൾ പണം മടക്കി തരണം എന്ന് ഭട്ടതിരി പറയുകയും അങ്ങനെ ചെയ്യാമെന്ന് കച്ചവടക്കാരൻ സമ്മതിക്കുകയും ചെയ്തിട്ടാണ് കോളാമ്പി വാങ്ങിയത്. ഭട്ടതിരി കോളാമ്പി ഒരു മുണ്ടിൽ പൊതിഞ്ഞ് കക്ഷത്തിൽ വെച്ചുകൊണ്ട് ഉടനെ തിരുമുമ്പാകെ ചെന്നു. അപ്പോൾ തിരുമനസ്സുകൊണ്ട് ചോദിച്ചു, ഹേയ്, കക്ഷത്തിലെന്താ എന്ന് കൽപ്പിച്ചു ചോദിച്ചു. അത് കേട്ടപ്പോൾ ഭട്ടതിരി പറഞ്ഞു, ഇത് ഇവിടെ അറിയിക്കാൻ തക്കവണ്ണമുള്ളതൊന്നുമില്ല, 2-3 ദിവസത്തിനകം വടക്കോട്ട് പോയാൽ കൊള്ളാമെന്നുണ്ട്, അപ്പോൾ കൊണ്ടുപോകാനായിട്ടാണ് ഇപ്പോൾ ചാലക്കുടിയിൽ വാങ്ങിയതാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മഹാരാജാവ് പറഞ്ഞു, ഹേയ്, അതുകൊണ്ട് നമുക്ക് കാണാൻ പാടില്ല എന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ ഭട്ടതിരി പറഞ്ഞു, ഹേയ്, അങ്ങനെയൊന്നുമില്ല, ഒരു നിസ്സാര സാധന എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മഹാരാജാവ് പറഞ്ഞു, ആ ആട്ടെ, എങ്കിലും ഒന്ന് കാണട്ടെ, ഇങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭട്ടതിരി പിന്നെയും മടി ഭാവിച്ചു. ഒടുക്കം തിരുമനസ്സിലെ നിർബന്ധം കൊണ്ട് കോളാമ്പി മുണ്ടിനകത്ത് നിന്നെടുത്ത് താഴെ വച്ചു. അത് കണ്ടപ്പോൾ മഹാരാജാവ് ചോദിച്ചു, ഹേയ്, കോളാമ്പിയോ, നല്ല ശിക്ഷയായി, നാം തന്നെ ഒന്ന് മുറുക്കി ആദ്യം ഇതിലങ്ങോട്ട് തുപ്പാം, എന്താ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഭട്ടതിരി പറഞ്ഞു, ആവാം, അങ്ങനെയാവാം
പക്ഷേ അത് ഇന്ന് പാടില്ല. ഒരു വഴിപാട് നിശ്ചയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടേ ഇതിൽ തുപ്പാവൂ എന്നാണ് ഞാൻ വച്ചിരിക്കണത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മഹാരാജാവ് ചോദിച്ചു, ഹേയ്, വഴിപാടോ? എന്തു വഴിപാട് എന്ന് ചോദിച്ചു. ഉടനെ ഭട്ടതിരി പറഞ്ഞു, ആദ്യം ഇതിൽ പാൽപ്പായസം വെച്ച് പത്മനാഭസ്വാമിക്ക് നിവേദിക്കണം, പിന്നെ നമുക്ക് തുപ്പിത്തുടങ്ങാം എന്നാണ് ഞാൻ നിശ്ചയിച്ചിരിക്കണത് എന്ന് പറഞ്ഞു. അത് കേട്ടപാടെ മഹാരാജാവ് സ്വല്പം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ആ ആ ആ ആ ശരി ശരി, മനസ്സിലായി, പൊയ്ക്കോളുക എന്ന് പറഞ്ഞു. ഇത് കേട്ടപാടെ ഭട്ടതിരി ഇറങ്ങിപ്പോയി. കോളാമ്പി ചാലക്കുടിയിൽ കൊണ്ടു ചെന്ന് കൊടുത്തു. രൂപ വാങ്ങി. അത് കൊടുത്ത നമ്പൂരിക്ക് മടക്കി കൊടുക്കുകയും ചെയ്തു. ഭട്ടതിരി പോയ ഉടനെ തിരുമനസ്സുകൊണ്ട് അമ്മ വീട്ടിലേക്ക് കൽപ്പിച്ചാളയച്ച് ബ്രാഹ്മണ സദ്യ അമ്മ വീട്ടിൽ വച്ച് വേണ്ടെന്നും അമ്പലങ്ങളിൽ എവിടെയെങ്കിലും വച്ച് നടത്തിക്കൊള്ളാമെന്നും ചട്ടം കെട്ടി. അമ്മ വീട്ടിൽ ആദ്യം ബ്രാഹ്മണ സദ്യ നടത്തുകയും പിന്നീട് അമ്മച്ചി പാർക്കുകയും ചെയ്യുന്നത് കോളാമ്പിയിൽ നിവേദ്യം വച്ച് ആദ്യം ദേവന് നിവേദിക്കുകയും പിന്നീട് തുപ്പുകയും ചെയ്യുന്നത് പോലെയാണെന്നാണ് ഭട്ടതിരിയുടെ വാക്കിൻ്റെ സാരമെന്ന് തിരുമനസ്സിലേക്ക് അത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. പിന്നീട് ഭട്ടതിരി ഒരിക്കൽ ഒരു വഴിയാത്രയിൽ ഒരു ദിവസം നേരം വൈകിയപ്പോൾ അത്താഴം കഴിച്ച് പോകണമെന്ന് വിചാരിച്ച് ഒരമ്പലത്തിൽ ചെന്ന് ചേർന്നു. നേരം സന്ധ്യ ആവാറായിട്ടും അവിടെ ശാന്തിക്കാരൻ വന്ന് നട തുറക്കുകയോ വിളക്ക് വയ്ക്കുകയോ ചെയ്തിരുന്നില്ല. നട തുറന്ന് തൊഴുതിയിട്ട് പോയാൽ കൊള്ളാമെന്ന് വിചാരിച്ച് അവിടെ ഒരാൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അയാളല്ലാതെ അവിടെ എങ്ങും വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതിനാൽ ഭട്ടതിരി ആ മനുഷ്യനോട് തന്നെ ആ ക്ഷേത്രം ആരുടെ വകയാണെന്നും അവിടുത്തെ പതിവുകൾ എങ്ങനെയാണെന്നും മറ്റും ചോദിച്ചു. അപ്പോൾ ആ മനുഷ്യൻ, അമ്പലം ഇവിടെ അടുക്കൽ തന്നെയുള്ള ഒരു മനക്കലെ വകയാണ്. ഇവിടെ കാലത്ത് 2 കാലും വൈകുന്നേരം 1 കാലും ഇടങ്ങഴി അരി വീതമാണ് പൂജാനിവേദ്യത്തിന് വക വച്ചിരിക്കണത്. അതുകൂടാതെ കാലത്തും വൈകുന്നേരവും ഈ 2 നമസ്കാരത്തിനും വക വച്ചിട്ടുണ്ട്. നമസ്കാരം വഴിപോക്കരായി വരുന്ന ബ്രാഹ്മണർക്ക് കൊടുക്കണമെന്നാണ് വച്ചിരിക്കണത്. ഈ വകയ്ക്കെല്ലാമുള്ള നെല്ല് മനക്കൽ നിന്ന് കഴകക്കാരൻ വാര്യരെ ഏൽപ്പിച്ചു കൊടുക്കും. വാര്യര് പതിവായി കണക്ക് പ്രകാരമുള്ള അരി കൊടുത്തുകൊള്ളണമെന്നാണ് ഏർപ്പാട്. എന്നാൽ ഇവിടെ ബ്രാഹ്മണർക്ക് നമസ്കാരം, ഈ നമസ്കാരം എന്ന് വെച്ചാൽ ഭക്ഷണം എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ബ്രാഹ്മണർക്ക് നമസ്കാരം കൊടുക്കുകയാകട്ടെ, കണക്ക് പ്രകാരമുള്ള അരി മുഴുവനും വച്ച് ദേവന് നിവേദിക്കുകയാകട്ടെ ഒരിക്കലും പതിവില്ല. നമസ്കാരത്തിനുള്ള അരി മുഴുവനും ശാന്തിക്കാരൻ അദ്ദേഹത്തിൻ്റെ മഠത്തിൽ കൊണ്ടുപോയി വച്ച് ഊണ് കഴിക്കും. നിവേദ്യത്തിന് 2 നേരവും ഉഴക്കരിയിലധികം വാരിയർ കൊടുക്കാറില്ല. നെല്ല് മുഴുവനും പുഴുങ്ങി ഉണക്കി കുത്തിച്ചു വച്ച് വാര്യത്തുള്ളവർ ഊണ് കഴിക്കും. ഉഴക്കരിയിൽ കൂടുതലിട്ട് നിവേദ്യം വയ്ക്കണമെങ്കിൽ വഴിപാടുകാരാരെങ്കിലും കൊണ്ടുവരണം. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പതിവ്. സന്ധ്യ കഴിയാതെ ഇവിടെ ഒരു ദിവസവും നട തുറന്ന് വിളക്ക് വയ്ക്കാറില്ല. പ്രതിദിനം 3 നാഴി എണ്ണ വീതം ഇവിടെ വിളക്ക് വകയ്ക്ക് മനക്കൽ നിന്ന് കൊടുക്കണ്ട്. അത് മുഴുവനും ശാന്തിക്കാരനും കഴകക്കാരനും കൂടി പങ്കുവച്ച് എടുക്കുകയാണ് പതിവ്. ഇവിടെ വിളക്കിന് വഴിപാടുകാർ കൊണ്ടുവരുന്ന എണ്ണ തന്നെ മുഴുവൻ വേണ്ട. 2 നേരവും മിന്നാമിനുങ്ങിൻ്റെ പൃഷ്ഠം പോലെ ഓരോ തിരി കൊളുത്തി വച്ചാൽ വച്ചു, അത്രയേ ഉള്ളൂ. മനക്കിലേക്ക് ഇതുപോലെ 40 ക്ഷേത്രങ്ങളുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ദിവസം തോറും ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കുക പ്രയാസമാണ്. ഇവിടുത്തെ കാര്യങ്ങൾക്കെല്ലാം ശാന്തിക്കാരനെയും കഴകക്കാരനെയും ചുമതലപ്പെടുത്തിയിട്ട് ഇരിക്കുകയാണ്. മനക്കൽ നിന്ന് ഒന്നും അന്വേഷിക്കാറില്ല. എല്ലാം ശരിയായി നടക്കുന്നുണ്ടെന്നാണ് അവിടുത്തെ വിശ്വാസം. അതുകൊണ്ടാണ് ഇവരുടെ അഴിമതിയും അക്രമവും ഇത്രത്തോളം വർദ്ധിച്ചത്. ചിലപ്പോൾ മനക്കൽ നിന്ന് വലിയ തിരുമേനി ഇവിടെ എഴുന്നള്ളിയും ഇവരുടെ ചില കളവുകൾ കണ്ടുപിടിക്കുകയും കഴകക്കാരനെ പിടിച്ച് പ്രഹരിക്കുകയും ശാന്തിക്കാരൻ എമ്പ്രാന്തിരിക്കും 2ഉം 4ഉം പണവും മറ്റും പ്രായശ്ചിത്തം നിശ്ചയിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എങ്കിലും ഇവിടെ ഇവരുടെ അക്രമങ്ങൾക്ക് ഇതുവരെ യാതൊരു കുറവും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഭട്ടതിരി ഇതെല്ലാം കേട്ട് ധരിച്ചതിൻ്റെ ശേഷം ആട്ടെ എങ്കിലും കുളി കഴിക്കാലോ എന്ന് പറഞ്ഞ് അമ്പലക്കുളത്തിൽ തന്നെ ഇറങ്ങി കുളി കഴിച്ച് അമ്പലത്തിൽ ചെന്ന് മുണ്ടുകൾ 2ഉം ഉണങ്ങാനിട്ടിട്ട് കൗബീനമാത്രധാരിയായി അവിടെ ഇരുന്നു. അപ്പോഴേക്കും ഒരു ചെറിയ പാത്രത്തിൽ ഉഴക്കരിയും ഒരു തീക്കൊള്ളിയും എടുത്തുകൊണ്ട്
കഴകക്കാരനും അവിടെ എത്തി. ഉടനെ ഭട്ടതിരി ചോദിച്ചു, ഏയ് വാര്യരെ, നമുക്ക് അത്താഴം കഴിച്ചിട്ട് പോയാൽ കൊള്ളാമെന്നുണ്ട്. അതിവിടെ തരാവുമോ എന്ന് ചോദിച്ചു. അതിനുത്തരമായി വാര്യർ പറഞ്ഞു, എന്തോ എനിക്കറിഞ്ഞൂടാ, ശാന്തിക്കാരനോട് ചോദിക്കുക എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭട്ടതിരി പറഞ്ഞു, ഹേയ് അങ്ങനെ പറഞ്ഞാൽ പോരാ, നമുക്കിവിടെ ചില വഴിപാടുകളും നടത്തേണ്ടിയിരിക്കുന്നു. അതിനൊക്കെ വാര്യരുടെ സഹായമാണ് നമുക്ക് പ്രധാനമായി വേണ്ടത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വാര്യർക്ക് വലിയ സന്തോഷമായി. റാൻ റാൻ റാൻ, എന്താ എന്താ അങ്ങയ്ക്ക് വഴിപാട് വേണ്ടത്? എന്താണാവോ പറയുക എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭട്ടതിരി പറഞ്ഞു, വിളക്ക്, മാല, പഞ്ചസാര പായസ നിവേദ്യം, പിന്നെ ഒരു 2.25 ഇടങ്ങിഴി അരി വെള്ള നിവേദ്യം, ഇതൊക്കെ വേണം. വ്യാഴാഴ്ച തോറും ഇവയൊക്കെ ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ നടത്താറുണ്ട്. ഒരു ബ്രാഹ്മണനെ കാൽ കഴുകിച്ച് ഊട്ടിയും വേണം. അതിന് ശാന്തിക്കാരനായാലും മതി. സാമാന്യം പോലെ ഒരു ഭക്ഷണത്തിൻ്റെ വട്ടമൊക്കെ വേണം. അതൊട്ടും മോശമാവരുത്. നമ്മുടെ കയ്യിൽ പണമുണ്ട്, അതെത്ര വേണമെങ്കിലും ചെലവ് ചെയ്യാൻ തയ്യാറാണ്. എങ്കിലും വാര്യരുടെ സഹായം കൂടാതെ ഒന്നും നടക്കില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വാര്യർ പറഞ്ഞു, ആ പണമുണ്ടെങ്കിൽ ഒക്കെ നടക്കും, അടിയൻ എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭട്ടതിരി പറഞ്ഞു, ആ എന്നാ മതി, ഒടുക്കം വാര്യര് പറയുന്ന സംഖ്യ ബോധ്യപ്പെടുത്താം എന്ന് പറഞ്ഞു. അത് കേട്ടപാടെ വാര്യര്, ആ എന്നാ വേണ്ടതെല്ലാം ഇപ്പം കൊണ്ട് വിട കൊള്ളാം എന്ന് പറഞ്ഞ് വാര്യർ ഓടിപ്പോയി. പോകുന്ന വഴിക്ക് ശാന്തിക്കാരനെ കണ്ട്, ഇന്ന് വിശേഷാൽ ചില വഴിപാടുകളുണ്ട്, ക്ഷണത്തിൽ കുളിച്ച് അമ്പലത്തിലേക്ക് ചെല്ലണം എന്നുകൂടി പറഞ്ഞിട്ടാണ് വാര്യര് പോയത്. വാര്യരുടെ വാക്ക് കേട്ട് തനിക്കും വല്ലതും ആദായമുണ്ടാകുമെന്ന് വിചാരിച്ച് ശാന്തിക്കാരനും ക്ഷണത്തിൽ കുളിച്ച് കുറ്റിത്തലയും കുടഞ്ഞ് അമ്പലത്തിലെത്തി. തൻ്റെ പതിവും ആവശ്യങ്ങളുമെല്ലാം ഭട്ടതിരി ശാന്തിക്കാരനോട് പറഞ്ഞു. അത് കേട്ട ശാന്തിക്കാരനും സന്തോഷിച്ച് ഓടിപ്പോയി അദ്ദേഹത്തിൻ്റെ മഠത്തിൽ നിന്ന് അരിയും കറിക്കോപ്പുകളും പാലും മറ്റും കൊണ്ടുവന്ന് എല്ലാം തയ്യാറാക്കി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ സകല സാധനങ്ങളും കൊണ്ട് വാര്യരും അമ്പലത്തിലെത്തി. അപ്പോഴേക്കും ശാന്തിക്കാരൻ നിവേദ്യങ്ങൾ അടുപ്പത്താക്കുകയും കറിക്ക് നുറുക്കുകയും കഴിഞ്ഞിരുന്നു. അത് കണ്ടപ്പോൾ ശാന്തിക്കാരൻ തന്നെ നഷ്ടപ്പെടുത്താൻ ഭാവിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് വാര്യർക്കും, വാര്യർ സാമാനങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ നഷ്ടപ്പെടുത്തണമെന്ന് വിചാരിച്ചാണല്ലോ എന്ന് വിചാരിച്ച് ശാന്തിക്കാരനും ദേഷ്യം കലശലായി. വാര്യര് ശാന്തിക്കാരനോട് പറഞ്ഞു, സാമാനങ്ങളെല്ലാം വട്ടം കൂട്ടിക്കൊണ്ട് വരണമെന്ന് ആവശ്യക്കാരൻ എന്നോടാണ് ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന സാമാനങ്ങൾ തന്നെ എടുത്ത് ഉപയോഗിക്കണം. അങ്ങയുടെ സാമാനമൊന്നും ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് ശാന്തിക്കാരൻ പറഞ്ഞു, വാര്യരുടെ സാമാനങ്ങളൊന്നും ഇവിടെ കൊള്ളില്ല. പാല് വെള്ളം ചേർത്തതാണ്, അരി വെളുത്തിട്ടില്ല എന്നും മറ്റും പറഞ്ഞു തുടങ്ങി. അമ്പലത്തിൽ ജപിച്ചു കൊണ്ടിരുന്ന ഭട്ടതിരി ഇവരുടെ വഴക്ക് കേട്ടിട്ട്, നിങ്ങൾ തമ്മിൽ ശുണ്ഠി കൂടണ്ട, 2 പേരുടെ സാമാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊള്ളണം. അതുകൊണ്ട് ദോഷമൊന്നും വരാനില്ലല്ലോ. നിങ്ങൾക്ക് 2 പേർക്കും പണം കിട്ടണമെന്നല്ലേ ഉള്ളൂ. അത് ബോധ്യപ്പെടുത്താൻ ഞാനുണ്ടല്ലോ. വഴക്കും ശണ്ടയും കൂടാതെ കാര്യം അങ്ങോട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ട് 2 പേരും സമാധാനപ്പെടുകയും ചെയ്തു. ശാന്തിക്കാരൻ വെപ്പെല്ലാം കഴിച്ച് പൂജയ്ക്ക് പോയി. പ്രസന്ന പൂജ നടയടച്ചപ്പോൾ ഭട്ടതിരി തിടപ്പള്ളിയിലെത്തി ഒരു ഇലയെടുത്തു വച്ച് താനേ വിളമ്പി ഊണ് തുടങ്ങി. ശാന്തിക്കാരൻ പൂജ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഭട്ടതിരിയുടെ ഊണ് കഴിയാറായിരുന്നു. അത് കണ്ടിട്ട് നമ്പൂരി ചോദിച്ചു, അല്ല ഇങ്ങനെയാണോ കാൽ കഴിച്ചു ഊട്ടുന്നത് എന്ന് ചോദിച്ചു. അതിന് മറുപടിയായി ഭട്ടതിരി പറഞ്ഞു, കാൽ കഴുകിച്ചൂട്ടുക എന്ന് പറഞ്ഞാൽ തൻ്റെ മുതൽ ചെലവ് ചെയ്ത് ഒരു ബ്രാഹ്മണന് ഭക്ഷണം കൊടുക്കുക എന്നേ അർത്ഥമുള്ളൂ. പൊരുൾ പോകുന്നിടത്താണല്ലോ പുണ്യം. ശാന്തിക്കാരൻ്റെ ഊണ് കഴിയുമ്പോൾ കാൽ കഴുകിച്ചൂട്ടിയതിൻ്റെ ഫലം എനിക്ക് കിട്ടും. ശാന്തിക്കാരനും ഒരു ഇലയെടുത്തു വച്ച് വിളമ്പി ഉണ്ടോളൂ എന്ന് പറഞ്ഞു. ഉടനെ ശാന്തിക്കാരനും ഉണ്ണാനിരുന്നു. പിന്നെ ഭട്ടതിരി ശാന്തിക്കാരൻ്റെ കൈപ്പുണ്യത്തെ അങ്ങോട്ട് വർണ്ണിച്ചു തുടങ്ങി. ഈ ശാന്തിക്കാരൻ ഒരു എംബ്രാന്തിരി ആയിരുന്നു. ഹേയ് എംബ്രാൻ, ദേഹണ്ണൊക്കെ വളരെ യക്ഷിയായി. ഈ അമ്പലക്കിണറ്റിലെ വെള്ളം വളരെ മാഹാത്മ്യമുള്ളത് തന്നെ. എന്നും കോരി ഈ ദേവൻ്റെ തലയിൽ എംബ്രാന്തിരി ഒഴിക്കണതാണല്ലോ. അപ്പോൾ ആ കൈപ്പുണ്യം കിട്ടാണ്ടിരിക്കില്ലല്ലോ. അമ്പലക്കിണറ്റിലെ ആ മഹത്തായ വെള്ളവും എംബ്രാൻ്റെ കൈപ്പുണ്യവും കൂടി ചേർന്നപ്പോൾ മുഴുവനായി. പഞ്ചസാര പായസത്തിനെന്നല്ല,
സകല വിഭവങ്ങൾക്കും ഈ വെള്ളത്തിൻ്റെ സ്വാദാണ് മുമ്പിട്ട് നിൽക്കണത്. കുറേശ്ശെ അമൃതിൻ്റെ സ്വാദും ഉണ്ട്. അത് എമ്പ്രാൻ്റെ കൈപുണ്യം കൊണ്ട് വന്നതായിരിക്കും എന്നും മറ്റുമായിരുന്നു ഭട്ടതിരി പറഞ്ഞത്. അത് കേട്ടപ്പോൾ എമ്പ്രാന്തിരി പറഞ്ഞു, ഹേയ്, ഇതൊന്നും നമ്മുടെ സാമർഥ്യം കൊണ്ടല്ല, എല്ലാം ഭഗവാന്റെ കൃപ കൊണ്ടാണ് എന്ന് തിരിച്ചു മറുപടി പറഞ്ഞു. ഭട്ടതിരിയും എമ്പ്രാന്തിരിയും ഊണ് കഴിഞ്ഞ് കൈ കഴുകി ബലിക്കൽപ്പുരയിൽ പോയിരുന്നു. പണത്തിൻ്റെ കണക്ക് പറഞ്ഞു തുടങ്ങി. വാരിയർ തിടപ്പള്ളിയിൽ കയറി ഉണ്ണാനുമിരുന്നു. എമ്പ്രാന്തിരി പറഞ്ഞ കണക്കൊന്നും ഭട്ടതിരി സമ്മതിച്ചില്ല. ഒടുക്കം ഭട്ടതിരി, ഇവിടെ 2 നേരവും ഈ 2 പേർക്ക് നമസ്കാരത്തിന് വക വച്ചിട്ടുണ്ടല്ലോ ഇല്ലേ? അതെല്ലാം താൻ മോഷ്ടിക്കുകയല്ലേ പതിവ്? ഇന്ന് 1 നേരം ഞാൻ ഉണ്ടതിന് തനിക്ക് പണം തരണോ? ഞാനൊരു കാശും തരാൻ ഭാവമില്ല. താൻ എന്തു ചെയ്യും എന്ന് ചോദിച്ചു. അത് കേട്ടപാടെ എമ്പ്രാന്തിരി കോപിച്ച് വിറച്ച് ഭട്ടതിരിയെ തല്ലാനായി കൈയോങ്ങിക്കൊണ്ട് അടുത്തു ചെന്നു. ഉടനെ ഭട്ടതിരി എണീറ്റ് എമ്പ്രാന്തിരിയുടെ കൈക്ക് ഒരു തട്ടും ചെകിടത്ത് ഒരടിയും വെച്ചു കൊടുക്കുകയും അയ്യോ എന്ന് ഉറക്കെ ഒന്ന് നിലവിളിക്കുകയും ഒരുമിച്ച് കഴിഞ്ഞു. അടികൊണ്ട ക്ഷണത്തിൽ എമ്പ്രാന്തിരി ബോധം കെട്ട് നിലത്ത് വീണു. നിലവിളി കേട്ട് വാരിയർ പരിഭ്രമിച്ച് എച്ചിൽ കൈ മടക്കി പിടിച്ചുകൊണ്ട് ബലിക്കൽപ്പുരയിലേക്ക് ഓടിച്ചെന്നു. ഹേയ്, ഇവിടെ എന്താ ഒരു നിലവിളി കേട്ടത്? ആരാ നിലവിളിച്ചത് എന്ന് വാര്യർ ചോദിച്ചു. അപ്പോൾ ഭട്ടതിരി കരഞ്ഞും കൊണ്ട് പറഞ്ഞു, ഈ എമ്പ്രാൻ ഞാൻ പണം കൊടുത്തത് പോരെന്നും പറഞ്ഞ് എന്നെ തല്ലി. ഞാനാണ് നിലവിളിച്ചത്. ഇതിനെല്ലാം സാക്ഷി വാര്യരാണ്. ഈ ഉണ്ടായ സംഗതികളെല്ലാം ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥനോട് ഇപ്പം തന്നെ പറയണം. സാക്ഷി പറയാൻ വാര്യരും എൻ്റെ കൂടെ വരണം. ഊണ് കഴിച്ച് വേഗം വരിക. വാര്യരുടെ പണം ഞാൻ ഒട്ടും കുറയ്ക്കില്ല. എന്നെ തല്ലിയതുകൊണ്ട് എമ്പ്രാന് ഇനി ഞാൻ ഒരു കാശ് പോലും കൊടുക്കിയില്ല. എമ്പ്രാന് കൊടുക്കാനുള്ളതും കൂടി വാര്യർക്ക് ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞു. ഇത് കേട്ട് സന്തോഷിച്ച് വാര്യർ ഊണ് മുഴുവനാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് തിടപ്പള്ളിയിലേക്ക് പോയി. ക്ഷണത്തിൽ ഊണ് കഴിച്ച് കയ്യും കഴുകി വാര്യർ വീണ്ടും ബലിക്കൽപ്പുരയിലെത്തി. എമ്പ്രാന്തിരി അപ്പോഴും പൂർവ്വസ്ഥിതിയിൽ ബോധരഹിതനായി അവിടെ തന്നെ കിടന്നിരുന്നു. പക്ഷേ ഭട്ടതിരിയെ അവിടെ എങ്ങും കണ്ടൂല്ല. അദ്ദേഹം വാര്യർ വരുന്നതിന് മുൻപേ പമ്പ കിടന്നിരുന്നു. പിന്നീട് ഒരിക്കൽ ഭട്ടതിരി ഒരു വഴിയാത്രയിൽ ഒരു ദിവസം മധ്യാഹ്ന സമയത്ത് ഊണ് കഴിച്ച് പോകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഒരില്ലത്ത് കയറി ചെന്നു. അപ്പോൾ അവിടെ പുരയുടെ വാതിലുകളൊക്കെ അടച്ചിരിക്കുന്നത് കണ്ട് മുറ്റത്ത് നിന്നുകൊണ്ട് 2-3 ചുമച്ചു. എന്നിട്ടും ആരെയും പുറത്ത് കാണാത്തതുകൊണ്ട് ഇറയത്ത് കയറി ഇരുന്നു കൊണ്ട്, ഹേയ്, ഇവിടെ ആരുമില്ലേ? ഈ വാതിലൊന്ന് തുറക്കുക എന്ന് ഉറക്കെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഒരു 4-5 പ്രാവശ്യം പറഞ്ഞപ്പോൾ ഗൃഹസ്ഥൻ നമ്പൂരി വാതിൽ തുറന്ന് ദുർമുഖം കാണിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന് ഉച്ചസ്വരത്തിൽ, ആരാണവിടെ കയറിയിരുന്ന് കലശൽ കൂട്ടണത്? പടിക്ക് പുറത്തേക്ക് പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്നത് കേട്ടിട്ടും ഭട്ടതിരി വളരെ താഴ്മയോടുകൂടി പറഞ്ഞു, അയ്യോ, അങ്ങനെ പറയരുതേ. ഞാൻ വഴിപോക്കനായ ഒരു ബ്രാഹ്മണനാണ്. വഴി നടന്നും വെയിലുകൊണ്ടും ഞാൻ ഏറ്റവും അവശനായിരിക്കുന്നു. വിശപ്പും ദാഹവും സഹിക്കവയ്യാതായിട്ടാണ് ഇവിടെ കയറി വന്നത്. എനിക്കിപ്പോൾ കുറച്ച് കഞ്ഞിയോ ചോറോ വല്ലതും തന്നാൽ അതൊരു വലിയ സുഹൃതായിരിക്കും. ഒന്നും കഴിക്കാതെ ഇനി ഇവിടുന്ന് ഒരടി പോലും നടക്കാൻ ഞാൻ ശക്തനല്ല എന്ന് ഏറ്റവും താണസ്വരത്തിൽ പറഞ്ഞു. പക്ഷേ ഇത് കേട്ടിട്ടും ഗൃഹസ്ഥൻ്റെ മനസ്സിന് ഒരു അലിവുണ്ടായില്ല. അദ്ദേഹം വീണ്ടും ഉച്ചത്തിൽ തന്നെ, പോവാനല്ലേ പറഞ്ഞത്? നടക്കാൻ വയ്യെങ്കിൽ പടിക്ക് പുറത്തു പോയി കിടന്നോളുക. ഇവിടെ ഇരിക്കാൻ പറ്റില്ല. വരുന്നവർക്കൊക്കെ കഞ്ഞിയോ ചോറോ കൊടുക്കാൻ ഇവിടെ വഴിയൂട്ടും മറ്റൊന്നുമില്ല. ആരും കാണമിട്ടിട്ടുമില്ല. ഇങ്ങനെ തട്ടിപ്പ് പറഞ്ഞ് ഉണ്ണാനായിട്ട് കയറി വരുന്നവർക്കൊക്കെ ചോറ് കൊടുത്തിട്ടുള്ള പുണ്യം ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഉടനെ ഭട്ടതിരി പറഞ്ഞു, എന്നാൽ വെറുതെ വേണ്ട, ഞാൻ പണം തരാം. ഏത് വിധത്തിലായാലും സ്വല്പം വല്ലതും കഴിക്കാതെ പോയാൽ നിവർത്തിയില്ല. ഞാൻ സാമാന്യത്തിലധികം വലഞ്ഞു, അതുകൊണ്ട് പറയുന്നതാണ്, കൃപയുണ്ടാവണം എന്ന് പിന്നെയും പറഞ്ഞു. അത് കേട്ടിട്ടും ഗൃഹസ്ഥൻ്റെ മനസ്സിന് ഒരു ഇളക്കവും ഉണ്ടായില്ല. ഹേയ് എടോ, തൻ്റെ വേഷം കെട്ടൊന്നും
ഇവിടെ പറ്റില്ലെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ? അങ്ങോട്ട് പറയുന്നതൊന്നും മനസ്സിലാക്കാത്തത് എന്താ? തൻ്റെ മർക്കട മുഷ്ടിയൊക്കെ കൊണ്ട് അവിടുന്ന് ഇറങ്ങി പോവുക. ഇവിടെ പറ്റില്ല. പണത്തിന് ചോറ് കൊടുക്കാൻ ഇത് ഹോട്ടലും മറ്റൊന്നുമല്ല. പടിക്ക് പുറത്തിറങ്ങി പോവാനല്ലേ പറഞ്ഞത്? ഇനിയും പോകാത്ത പക്ഷം ഞാൻ തീക്കനൽ കോരിക്കൊണ്ടുവന്ന് തൻ്റെ തലയിൽ അങ്ങോട്ട് ഇടും. അതിനിടയാക്കാതെ താൻ അങ്ങോട്ട് ഇറങ്ങി പോവുക എന്ന് ഗൃഹസ്ഥൻ നമ്പൂരി പറഞ്ഞു. ഇത്രയും കേട്ടിട്ടും ഭട്ടതിരി ഒഴിഞ്ഞു പോയില്ല. അദ്ദേഹം പിന്നെയും താണ് തൊഴുതുകൊണ്ട്, അയ്യോ മൂസ്, ഇത് കഠിനാണ്, ഇങ്ങനെ പറയരുത്. ഒരു നിവൃത്തിയുമില്ലാതായിട്ട് ഞാൻ പറയുന്നതല്ലേ. ഒരു പിടിച്ചോറെങ്കിലും തരുന്നതിന് ദയവുണ്ടാവണം. അതിനൊന്നിനും മനസ്സില്ലെങ്കിൽ കുറച്ച് പച്ചവെള്ളം തന്നാലും മതി. ഒന്നും കഴിക്കാതെ എനിക്ക് എണീക്കാൻ പോലും വയ്യ. ഞാൻ വല്ലാതെ ക്ഷീണിച്ചു പോയി എന്ന് പറഞ്ഞു. അതിന് മറുപടിയായി ഗൃഹസ്ഥൻ പറഞ്ഞു, തനിക്ക് വെള്ളം കോരിക്കൊണ്ടുവന്ന് തരാൻ തൻ്റെ ശമ്പളക്കാരും ഇവിടെ ഇല്ല. വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ പുഴയിൽ ചെന്ന് അങ്ങോട്ട് കോരി കുടിക്കുക. ഇവിടെ അതൊന്നും സാധ്യല്ല. താൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. ഇനിയും താൻ ഇറങ്ങിപ്പോവാത്ത പക്ഷം ഇവിടെ പാർക്കുന്ന വൃഷലിപ്പെണ്ണിനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. അവൾ മുറ്റമടിക്കുന്ന ആയുധവും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ തന്നെ ഇവിടെ നിന്ന് ഓടിക്കും. അതിനിടയാക്കാതെ ഇറങ്ങിപ്പോവുകയാണ് നല്ലത്. ഇത്രയും കേട്ടപ്പോൾ ഭട്ടതിരി മനസ്സിൽ ചിന്തിച്ചു, ഏയ്, ഇവിടെ മര്യാദ കൊണ്ട് കാര്യമൊന്നും പറ്റില്ല. എന്തായാലും ഒരു പൊടിക്കൈ കൂടി പ്രയോഗിച്ചു നോക്കാം എന്ന് വിചാരിച്ച് കോപഭാവത്തോടുകൂടി എണീറ്റ് രണ്ടാം മുണ്ട് അരയിൽ മുറുക്കി കെട്ടി കണ്ണും ചുവത്തി വിറച്ചുകൊണ്ട് ഗൃഹസ്ഥനോട് പറഞ്ഞു, എടോ, താൻ മഹാദുഷ്ടൻ തന്നെ. തന്നെ മാത്രം വിചാരിച്ചാൽ പോരല്ലോ. ഇവിടെ ഒരു അന്തർജനവും 2-3 കിടാങ്ങളും ഉണ്ടല്ലോ. പുരാതനമായ ഒരു ബ്രാഹ്മണ ഗൃഹമാണല്ലോ എന്ന് വിചാരിച്ചാ ഞാൻ ഇതുവരെ ക്ഷമിച്ചത്. ഞാനൊരു കടുങ്കൈ പ്രയോഗിച്ചാൽ അത് പ്രതിവിധിയില്ലാത്തതായിരിക്കും. 4-5 ദിവസം മുൻപ് ഇതേപോലെ ഞാനൊരു ഇല്ലത്ത് പോയിരുന്നു. അവിടത്തെ ഗൃഹസ്ഥനും തന്നെപ്പോലെ ഒരു ദുഷ്ടനായിരുന്നു. അവിടെയും ഞാൻ ആദ്യം വളരെ ക്ഷമിച്ചു. ഒടുക്കം അതുകൊണ്ടൊന്നും പറ്റില്ലെന്ന് തോന്നിയപ്പോൾ ഞാനൊരു കടുങ്കയ്യ് അവിടെ അങ്ങോട്ട് പ്രയോഗിച്ചു. അതുതന്നെ ഇവിടെയും പ്രയോഗിക്കാനാണ് ഞാൻ ഭാവിക്കണത്. അത് സമ്മതാണോ എന്ന് അകത്ത് ചെന്ന് അന്തർജനത്തോടു കൂടി അങ്ങോട്ട് ചോദിക്കുക. പിന്നെ പശ്ചാത്തപിച്ചാൽ ഫലമൊന്നും ഉണ്ടാവില്ല. അതും ഞാൻ ആദ്യമേ അങ്ങോട്ട് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു. ഇവരുടെ സംവാദങ്ങളെല്ലാം കേട്ടുകൊണ്ട് അകത്ത് നിന്നിരുന്ന അന്തർജനം ഭട്ടതിരിയുടെ അപ്പോഴത്തെ ഭാവം കാണി ഒടുക്കം പറഞ്ഞ വാക്ക് കേൾക്കുകയൊക്കെ ചെയ്ത് വല്ലാതെ ഭയപ്പെട്ട് നമ്പൂരിയെ വേഗം അകത്തേക്ക് വിളിച്ചു. ഏയ്, അതേ, അയാള് സാമാന്യക്കാരനല്ലാന്നാ തോന്നണത്. ഇനി അയാൾ കോപിച്ച എന്തെല്ലാം അനർത്ഥങ്ങളൊക്കെയാ ഉണ്ടാക്കി വയ്ക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് 2-3 കിടാങ്ങളുണ്ട്, അത് ഓർക്കണം. അവർക്ക് ആപത്തൊന്നും വരുത്താതെ സൂക്ഷിക്കണമല്ലോ. അതുകൊണ്ട് ക്ഷണത്തിൽ ചെന്ന് അദ്ദേഹത്തെ സമാധാനപ്പെടുത്തി ഭക്ഷണം കൊടുത്ത് സന്തോഷിപ്പിച്ച് അങ്ങോട്ട് അയക്കുക. അല്ലെങ്കിൽ വലിയ ആപത്ത് വല്ലതും വന്നു കൂടുമെന്നാണ് എനിക്ക് തോന്നണത് എന്ന് പറഞ്ഞു. ഭട്ടതിരിയും ഗൃഹസ്ഥൻ നമ്പൂരിയും തമ്മിൽ അത്യുച്ചത്തിലുണ്ടായ സംവാദം കേട്ട് അതിൻ്റെ കാരണമറിയുന്നതിനായി അയൽവാസികളായ ഒട്ടുവളരെ ജനങ്ങളും അവിടെ വന്നു കൂടിയിരുന്നു. അവരെല്ലാവരും അന്തർജനം പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു. അതെല്ലാം കൂടി കേൾക്കുകയും കോപിച്ച സംഹാരരുദ്രനെ പോലെയുള്ള ഭട്ടതിരിയുടെ നില കാണുകയും ചെയ്തപ്പോൾ ഗൃഹസ്ഥൻ നമ്പൂരിയും ഭയവിഹ്വലനായി തീർന്നു. ഉടനെ അദ്ദേഹം ഭട്ടതിരിയുടെ അടുക്കൽ ചെന്ന് പാദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട്, അല്ലയോ ബ്രാഹ്മണോത്തമ, ക്ഷമിക്കണേ, ക്ഷമിക്കണേ. അങ്ങയുടെ മാഹാത്മ്യമറിയാതെ ഞാൻ പറഞ്ഞു പോയതെല്ലാം സദയം അങ്ങോട്ട് ക്ഷമിക്കണേ. കോപത്തെ അടക്കിയാലും ആപത്തൊന്നും ഉണ്ടാക്കി തീർക്കരുതേ. എന്നെയും ഈ കുടുംബത്തെയും അവിടുന്ന് രക്ഷിക്കണം. ക്ഷണത്തിൽ കുളിച്ചു വരിക. ഇവിടെ ഊണിലെല്ലാം കാലായിരിക്കണു. കുളിച്ചു വരാത്ത താമസിയുള്ളൂ. അങ്ങേക്ക് കുടുക്കുനീർ വീഴ്ത്തിയിട്ട് വേണം എനിക്കും ഉണ്ണാൻ എന്ന് പറഞ്ഞു. അതു കേട്ട് ഭട്ടതിരി തൻ്റെ കൗശലം ഫലിച്ചുവല്ലോ എന്ന് വിചാരിച്ച് ഉള്ളുകൊണ്ട് ചിരിച്ച് പുറമേ പറഞ്ഞു, ഇപ്പോളെങ്കിലും നല്ല ബുദ്ധി ഉണ്ടായില്ലോ, ഭാഗ്യം തന്നെ. ഇനി എനിക്ക് കോപവും ദേഷ്യമൊന്നുമില്ല, അതൊക്കെ തീർന്നിരിക്കണു. ഞാൻ ക്ഷണത്തിൽ കുളിച്ചു വന്നേക്കാം. എൻ്റെ ഒരു കുളിയും തേവാരവുമൊക്കെ രാവിലെ കഴിഞ്ഞിരുന്നു. വഴി അശുദ്ധമായതുകൊണ്ട് ഒന്ന് കുളിക്കണമെന്നേ ഉള്ളൂ. 2ാം കുളിക്ക് താമസത്തിന് ഒട്ടും വകയില്ല. ഇപ്പം തന്നെ വന്നേക്കാം എന്ന് പറഞ്ഞു പോയി ക്ഷണത്തിൽ കുളി കഴിച്ചു വന്നു. ഭട്ടതിരി കുളിച്ചു വന്നപ്പോഴേക്കും ഇലയും പലകയും വെച്ച് എല്ലാം തയ്യാറാക്കിയിരുന്നു.
ഗൃഹസ്ഥൻ തന്നെ സാദരം വിളമ്പിക്കൊടുത്തു. ഭട്ടതിരി സുഖായി ഊണ് കഴിക്കുകയും ചെയ്തു. ഊണ് കഴിഞ്ഞ് കൈ കഴുകിക്കഴിഞ്ഞ ഉടനെ ഭട്ടതിരിയെ ഗൃഹസ്ഥൻ നമ്പൂരി പുറന്തളത്തിൽ കൊണ്ടുപോയി ഒരു പായയും തലേണ്ണയും മുറുക്കാനുള്ള സാധനങ്ങളും കൊണ്ടുചെന്ന് കൊടുക്കുകയും, ഇനി ഇവിടെ ഇരിക്കുവോ കിടക്കുവോ മുറുക്കുവോ ഒക്കെ ആവാം, ഞാനും പോയി ഊണ് കഴിച്ചു വരാം എന്ന് പറയുകയും ചെയ്തിട്ട് ഉണ്ണാനായി അങ്ങോട്ട് പോയി. ഗൃഹസ്ഥൻ നമ്പൂരി ഊണ് കഴിച്ച ഭട്ടതിരിയുടെ അടുത്തെത്തിയപ്പോഴേക്കും അവിടെ ദിവ്യനായിട്ട് ഒരാൾ വന്നിരിക്കണോ എന്ന് കേട്ട് വേറെയും പലർ വന്നുകൂടി. അപ്പോൾ ഗൃഹസ്ഥൻ നമ്പൂരി ഭട്ടതിരിയോട് പറഞ്ഞു, ഇപ്പോൾ ഒക്കെ സമാധാനമായില്ലോ, ഇനി വർത്തമാനമൊക്കെ പറയുക. ഇല്ലം എവിടെയാണ്? ഇല്ലപ്പേര് എന്താണ്? 4-5 ദിവസം മുമ്പ് ഒരില്ലത്ത് ഒരു കടുങ്കൈ പ്രയോഗിച്ചതായി പറഞ്ഞുല്ലോ, അതെന്താണ്? ഇതൊക്കെ അറിഞ്ഞാൽ കൊള്ളാമെന്ന് ഒരാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ ഭട്ടതിരി പറഞ്ഞു, എൻ്റെ ഇല്ലം കുറച്ച് തെക്കാണ്. ഇല്ലപ്പേര് നടുവിലേപ്പാട്ട് എന്നാണ്. എന്നെ ജനങ്ങൾ നടുവിലേപ്പാട്ട് ഭട്ടതിരി എന്നാണ് സാധാരണയായി പറഞ്ഞു വരണത്. ഞാൻ പ്രയോഗിച്ച കടുങ്കയ്യനെക്കുറിച്ച് ചോദിക്കണ്ട, അത് കേൾക്കാതിരിക്കുകയാണ് നല്ലത്. കേട്ടാൽ നിങ്ങളെല്ലാവരും മൂക്കത്ത് കൈവിരൽ വച്ച് പോകും. അതുകൊണ്ട് അത് പറയാൻ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞു. അത് കേട്ട് എല്ലാവരും അവിടുന്ന് അങ്ങനെ പറയുന്നത് സങ്കടമാണ്, അത് കേട്ടാൽ കൊള്ളാമെന്ന് ഞങ്ങൾക്കൊക്കെ വളരെ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് അത് നിശ്ചയമായി പറയുക തന്നെ വേണം. ഞങ്ങളെല്ലാവരും നിർബന്ധപൂർവം അപേക്ഷിച്ചു കൊള്ളണു എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ നമ്പൂരി പറഞ്ഞു, ആ അത്ര നിർബന്ധമാണച്ചാ, കേട്ടോളുക. ഞാൻ ആ ഇല്ലത്ത് ചെന്നിട്ട് ആദ്യം ഇവിടെ പറഞ്ഞതുപോലെയൊക്കെ വളരെ പറഞ്ഞു നോക്കി. ഒടുക്കം അവിടെ പച്ചവെള്ളം പോലും കിട്ടില്ല എന്ന് തീർച്ചയായപ്പോൾ ഞാൻ എൻ്റെ 2ാം മുണ്ടും കുടയുമെടുത്ത് പടിക്കലേക്കിറങ്ങി എൻ്റെ വഴിക്ക് ഇങ്ങോട്ട് പോന്നു. അതാണ് ഒടുക്കം പ്രയോഗിച്ച കടുങ്കയ്യ്. അത് തന്നെയാണ് ഞാനിവിടെയും പ്രയോഗിക്കാൻ ഭാവിച്ചത്. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാൻ? ഞാനും നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്പൂരിയെ നോക്കി എല്ലാവരും ചിരിച്ചു. തനിക്ക് പറ്റിയ വിഡ്ഢിത്തം വിചാരിച്ച് ഗൃഹസ്ഥൻ നമ്പൂരി സാമാന്യത്തിലധികം ഇളഭ്യനായി. ഭട്ടതിരി ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഈ കഥയും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഒരു ശുഭപ്രതീക്ഷയോടെ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.